welcome back to our YouTube channel. ഞാൻ മറീന പിറജി. ദിസ് ഈസ് സുരേഖ ക്രാഷ് കോഴ്സ് അക്കാഡമി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ എന്താ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ്. സെപ്റ്റംബർ മന്തിൻ്റെ ഫുള്ളായിട്ട് സെപ്റ്റംബർ മന്ത് നടന്ന കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഒറ്റൊരു PDF-നകത്ത് നമ്മൾ ഈ ക്ലാസ്സസ് എല്ലാം കൂടി ഈ ഒരു PDF-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കാരണം നമുക്കറിയാം 2022 ഞാൻ പറഞ്ഞിരുന്നു എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. CGL വരുന്നുണ്ട്, CHSL ഉണ്ട്, MTS ഉണ്ട്, സെലക്ഷൻ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ഗ്രൂപ്പ് D ഉണ്ട്, RRB NDPCയുടെ ടയർ 2 ഉണ്ട്. ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വർഷം. നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഞാൻ എന്ത് പറഞ്ഞു, നമ്മൾ നമ്മുടെ ചലഞ്ചസിനെ ഓപ്പർച്യൂണിറ്റികളാക്കി മാറ്റണമെന്ന് ഞാൻ കഴിഞ്ഞതിനകത്ത് പറഞ്ഞല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഇഷ്ടവും നഷ്ടവും. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടവും നഷ്ടവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്നുകൊണ്ടേ ഇരുന്ന് എന്ത് ചെയ്യും, ഒരു നാൾ അത് നമ്മുടെ നഷ്ടങ്ങളെ മറികടക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഇഷ്ടം എന്തായിരിക്കണം, നമുക്കൊരു ഗവൺമെൻറ് ജോലി, നമ്മുടെ ഒരു ആഗ്രഹം നമുക്കൊരു ജോലി വേണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് അതിനുവേണ്ടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് അത് കിട്ടും. ഓക്കെ, അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളുടെ പുറകെ തന്നെ പിന്തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാൾ നമ്മുടെ നഷ്ടങ്ങളെ അത് മറികടക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. നമ്മൾ അറിയാം CGL-നായിക്കോട്ടെ CHSL-നായിക്കോട്ടെ എല്ലാത്തിനകത്തും എല്ലാ എക്സാമിൻ്റെ ഏതൊരു ഷിഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ഒരു ചോദ്യം, ഒരു 3 ചോദ്യങ്ങൾ എല്ലാ ഷിഫ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫേഴ്സിന്. അപ്പോൾ നമുക്കറിയാം ഏപ്രിലാണ് CGL-ൻ്റെ ടയർ 1 തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഒരു 6 മാസത്തെ കുറഞ്ഞ ഒരു 6 മാസത്തെ കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു 7 മാസത്തെ മന്ത്ലി കമ്പൈലേഷൻ ചെയ്ത കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് ഇടുന്നത്. ഇന്നത്തെ ക്ലാസ്സിനകത്ത് സെപ്റ്റംബർ മന്തിൻ്റെയാണ്, സെപ്റ്റംബർ 2021 ആണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇത് പബ്ലിക്കാണ്. ബാക്കി എല്ലാ ക്ലാസ്സും നമ്മൾ പ്രൈവറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മുടെ അക്കാഡമിയിലായിരിക്കും ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൂടെ തന്നെ പഠിച്ചു പോകണം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ക്വിസസ് ഉണ്ട്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അത് ഒരുപാട് ബെനിഫിറ്റ് ആണ്. നിങ്ങൾ കറണ്ട് അഫേഴ്സിനകത്തുനിന്ന് ഉള്ള ചോദ്യങ്ങളും അല്ലാതെ വരുന്ന ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കത് പരീക്ഷയ്ക്ക് അതേ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ പഠിച്ചു പോകണം. 2022 ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുക. ഇന്നത്തെ നമ്മുടെ ഈ സെപ്റ്റംബർ മന്തിനകത്ത് ഞാൻ എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീഡിയോക്കകത്ത് സെപ്റ്റംബർ മാസത്തിലെ അവാർഡ്സും ഹോണേഴ്സും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സെപ്റ്റംബർ മന്തിലായിരുന്നു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ അവാർഡ് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ അംബാസിഡേഴ്സ് സെപ്റ്റംബർ 2-3 പേരെ പറഞ്ഞിരുന്നു. ഒബ്റ്റ്യൂട്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെ ബുക്സ് ആൻഡ് ഓതേഴ്സ്, അപ്പോയിൻമെൻറ്റ്സ്, ഡേയ്സ് ആൻഡ് തീംസ്, മന്ത്ലി ഓൺലൈൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നത്. ഇതിനകത്തുനിന്ന് മാക്സിമം ഞാൻ സെപ്റ്റംബർ മന്തിനകത്തെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ ഇനി ഓരോ മാസത്തിലും പറഞ്ഞതിന് ശേഷം ഞാൻ അവസാനം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന പോലെ ഓരോന്നിൻ്റെ ഷോർട്ടായിട്ടുള്ള വീഡിയോ, അപ്പോയിൻമെൻറ്റ്സ് ഫുൾ ഒരു വീഡിയോ, അങ്ങനെയും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വായിച്ച് പഠിക്കാനും എളുപ്പമായിരിക്കും. നിങ്ങളിപ്പം ക്ലാസ് കേൾക്കുമ്പോൾ PDF ജസ്റ്റ് വായിക്കുന്നതിനെക്കാട്ടി മുന്നേ ക്ലാസ് ഒരു വട്ടം ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ PDF എടുത്ത്, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന PDF എടുത്ത് നിങ്ങൾ വായിച്ച് പഠിക്കണം. കാരണം കറണ്ട് അഫേഴ്സ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം GK എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് GK. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ്സസും വീഡിയോസും എല്ലാം നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കാണുക. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്. ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിയെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിനെ കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും നിങ്ങളുടെ റിലേറ്റീവ്സിനോടും എല്ലാവരോടും അറിയിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്. ഓക്കെ, സെപ്റ്റംബർ മന്തിലെയാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞ ഈ വീഡിയോ സെപ്റ്റംബർ മന്തിലെ ഫുൾ കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എപ്പോഴും ഞാൻ സെപ്റ്റംബർ എന്ന് പറയുന്നില്ല കേട്ടോ. ഫസ്റ്റ് വൺ, ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ ന്യൂറോ സർജറിക്ക് ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയ ആരാണ്? ഡോക്ടർ ബസന്ത് കുമാർ മിശ്ര. ഡോക്ടർ ബസന്ത് കുമാർ മിശ്ര ആണ്. ഇദ്ദേഹത്തെ പറയാൻ പഠിച്ചു വെക്കണം. കാരണം എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ
ഫസ്റ്റ് ഇന്ത്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് AANS അവാർഡ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് AANS അവാർഡാണ്. ഈ AANSന്റെ ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ന്യൂറോളജിക്കൽ സർജൻസ്. ഓക്കെ, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ന്യൂറോളജിക്കൽ സർജൻ എന്നാണ് ഈ AANSന്റെ ഫുൾ ഫോം. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇന്ത്യനാണ് ആര്? ഡോക്ടർ ബസന്ത് കുമാർ മിശ്ര. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഇൻ ന്യൂറോ സർജറി കിട്ടിയ ആർക്കാണ്? ഡോക്ടർ ബസന്ത് കുമാർ മിശ്ര. ഡോക്ടർ BK മിശ്രയ്ക്കാണ് ന്യൂറോ സർജറിയിലുള്ള അവാർഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ആഫ്രിക്ക ഫുഡ് പ്രൈസ് 2021. ആഫ്രിക്ക ഫുഡ് പ്രൈസ് 2021 കിട്ടിയതാണ് ഹൈദരാബാദ് ബേസ്ഡ് ഇന്റർനാഷണൽ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെമി അരിഡ് ട്രോപ്പിക്. ഇതിനാണ് ഈ വട്ടത്തെ 2021 ആഫ്രിക്ക ഫുഡ് പ്രൈസ് കിട്ടിയത്. ഓക്കെ, ICRISAT എന്താ ഫുൾ ഫോം? ഇന്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സെമി അരിഡ് ട്രോപ്പിക്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, യാമിൻ ഹസാരിക വുമൺ ഓഫ് ദ സബ്സ്റ്റൻസ് അവാർഡ്. ഇത് എത്രാമത്തെയാണ്? 7ാമത്തെയാണ്, 7th ആണ് കേട്ടോ. 7th യാമിൻ ഹസാരിക വുമൺ ഓഫ് ദ സബ്സ്റ്റൻസ് അവാർഡ് ആർക്കായിട്ട്? നമിത ഗോഖലെ. നമിത ഗോഖലെ ആരാണ്? റൈറ്റർ ആണ്. ഓക്കെ, നമിത ഗോഖലെക്കാണ് കിട്ടിയത്. ഓക്കെ, 7th യാമിൻ ഹസാരിക വുമൺ ഓഫ് ദ സബ്സ്റ്റൻസ് കിട്ടിയ ആർക്കാണ് സബ്സ്റ്റൻസ് അവാർഡ് കിട്ടിയത്? നമിത ഗോഖലെക്കാണ്. ഓക്കെ, ഹസാരിക, നമിത, അങ്ങനെ ഒരു പേര് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, റൈറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, AFAAA. ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കണം, കാരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഫുൾ ഫോമുകൾ. AFAA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യൻ ഫെഡറേഷൻ അഡ്വർടൈസിംഗ് അസോസിയേഷൻ. ഓക്കെ, ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ ഹാൾ ഓഫ് ഫെയിം ആരാണ്? രമേശ് നാരായണനാണ്. ഓക്കെ, ഏഷ്യയിലെ ഒരു ആളാണ് രമേശ് ഏട്ടൻ, അങ്ങ് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ, ബേർഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ. ബേർഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ ആണ് അലിജാൻഡ്രോ പിയട്രോ. മെക്സിക്കോക്കാരനാണ് കേട്ടോ, മെക്സിക്കൻ ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, മെക്സിക്കൻ ഫോട്ടോഗ്രാഫറിനാണ് ഈ വട്ടത്തെ 2021 ബേർഡ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത്, അലിജാൻഡ്രോ പിയട്രോ. ഓക്കെ, നെക്സ്റ്റ് വൺ, 22nd നാഷണൽ അവാർഡ് ഫോർ ദ എക്സലൻസ് ഇൻ എനർജി മാനേജ്മെന്റ്. ആരാ കൊടുക്കുന്നത്? ബൈ CII. CII എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഓക്കെ, CIIയുടെ ഫുൾ ഫോം എന്താണ്? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആണ്. ഓക്കെ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. 22nd നാഷണൽ അവാർഡ് ഫോർ ദ എക്സലൻസ് ഇൻ എനർജി മാനേജ്മെന്റിന് ആർക്കാ കിട്ടിയത്? ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പ്. ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പ് ഏതിൻ്റെ അണ്ടറിലാണ്? സതേൺ റെയിൽവേയുടെ. ഓക്കെ, സതേൺ റെയിൽവേയുടെ അണ്ടറിലാണ് ഈ ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പ്. ഓക്കെ, എവിടെയാണ്? തിരുച്ചിറപ്പള്ളി ഇൻ തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ഗോൾഡൻ റോക്ക് റെയിൽവേ വർക്ക്ഷോപ്പിനാണ് ഈ വട്ടത്തെ 22nd നാഷണൽ അവാർഡ് ഫോർ ദ എക്സലൻസ് ഇൻ എനർജി മാനേജ്മെന്റ് അവാർഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ്. ഓക്കെ, ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന് കേൾക്കുമ്പോഴറിയാം, ഫ്ലോറൻസ് നൈറ്റിംഗേളിനെ അറിയപ്പെടുന്നത് എന്താണ്? ലേഡി വിത്ത് ദ ലാം, വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്നതാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൾ. ഓക്കെ, മെയ് 12 എന്താണ് ഇമ്പോർട്ടൻസ്? മെയ് 12 ആണ് നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ബർത്ത്ഡേ. സോ അന്ന് നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? ഇന്റർനാഷണൽ നഴ്സസ് ഡേ. ഓക്കെ, ഇന്റർനാഷണൽ നഴ്സസ് ഡേ എന്നാണ്. മെയ് 12 ആണ് ഫ്ലോറൻസ് നൈറ്റിംഗേളുടെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ എല്ലാ വർഷവും മെയ് 12 എന്നാണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കും. ഓക്കെ, അപ്പം 2021 ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ തീം എന്തായിരുന്നു? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് തീമൊക്കെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തീം എന്തായിരുന്നു? നഴ്സസ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ. ഓക്കെ, ഈ വട്ടത്തെ 2021 തീം എന്തായിരുന്നു? നഴ്സസ് എ വോയിസ് ടു ലീഡ് എ
എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ. ഇതായിരുന്നു തീം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വട്ടത്തെ 2021 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ആർക്കാ കിട്ടിയത്? ഭാനുമതി ഗീവാള. ഓക്കെ, ആർക്കാണ്? ഭാനുമതി ഗീവാളയ്ക്കാണ് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെയാണ് കേട്ടോ. ഗുജറാത്തിലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണ് ഈ ഭാനുമതി ഗീവാള എന്ന് പറഞ്ഞാൽ. കോവിഡിന്റെ സമയത്ത് ഡെലിവറി പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിനെയും ന്യൂ ബോൺ ബേബീസിനെയും ഒക്കെ കെയർ ചെയ്യുന്ന ആളായിരുന്നു ഈ ഭാനുമതി ഗീവാള എന്ന് പറഞ്ഞ നേഴ്സ്. ഓക്കെ, അവർക്കാണ് ഈ വട്ടത്തെ 2021 ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വുമൺ പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 ആർക്കാണ് കിട്ടിയത്? സുസന്ന ക്ലാർക്ക് ഫോർ നോവൽ പിറാനസി. പിറാനസിക്കാണ് കിട്ടിയത്. ഓക്കെ, വുമൺസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 കിട്ടിയത് ആർക്കാണ്? സുസന്ന ക്ലാർക്ക് ഫോർ ഹിസ് നോവൽ പിറാനസി. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്വാമി ബ്രഹ്മാനന്ദ അവാർഡ് 2021. സ്വാമി ബ്രഹ്മാനന്ദ അവാർഡ് ആർക്കാ കിട്ടിയത്? ബ്രഹ്മാനന്ദ്, അതിനകത്ത് തന്നെ ഉണ്ട് ആനന്ദ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സ്വാമി ബ്രഹ്മാനന്ദ അവാർഡ് ആർക്കാ കിട്ടിയത്? ആനന്ദ് കുമാർ. ആനന്ദ് കുമാർ ആരാണ്? ഒരു മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, ഒരു മാത്തമാറ്റീഷ്യനാണ്. ഓക്കെ, ആനന്ദ് കുമാർ ആരാണ്? ഒരു മാത്തമാറ്റീഷ്യൻ. ഈ സൂപ്പർ 30 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് പ്രോഗ്രാമാണ് കേട്ടോ. കോച്ചിങ് പ്രോഗ്രാമാണ്. ബാക്ക്വേർഡ് ക്ലാസ്സിലെ കുറച്ച് നല്ല പഠിക്കുന്ന പിള്ളേരെ 30 പേരെ എടുത്തിട്ട് അവർക്ക് കോച്ചിങ് പ്രോഗ്രാം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? IIT നമ്മൾ എൻട്രൻസ് എക്സാം ഇല്ലേ, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം പാസ്സാവാൻ വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുന്നതാണ് ഈ ആനന്ദ് കുമാർ. സോ ആനന്ദ് കുമാർ മാത്തമാറ്റീഷ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ സൂപ്പർ 30 എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ സ്വാമി ബ്രഹ്മാനന്ദ അവാർഡ് 2021 ആർക്കാ കിട്ടിയത്? ആനന്ദ് കുമാർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, യുനെസ്കോസ് ലിറ്ററസി പ്രൈസ്. യുനെസ്കോ ലിറ്ററസി പ്രൈസ് ആർക്കാ കിട്ടിയത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനാണ് NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിനാണ് യുനെസ്കോയുടെ ലിറ്ററസി പ്രൈസ് കിട്ടിയത് ഫോർ ദ ഇന്നോവേറ്റീവ് അപ്രോച്ച് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനകത്ത് ഇന്നോവേറ്റീവ് അപ്രോച്ചിനാണ് അവർക്ക് ഈ പ്രൈസ് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗ്ലോബൽ ഗോൾസ് അവാർഡ് 2021. ഓക്കെ, ഗ്ലോബൽ ഗോൾ അവാർഡ് 2021 ആർക്കാ കിട്ടിയത്? ഫുംസിലെ ലാംബോ നുക്ക ഇവർക്കാണ് കിട്ടിയത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അസോസിയേഷൻ ഫോർ ദ ടാലന്റ് ഡെവലപ്മെന്റ് അവാർഡ്. അസോസിയേഷൻ ഫോർ ദ ടാലന്റ് ഡെവലപ്മെന്റ് അവാർഡ് ആർക്കാ കിട്ടിയത്? പവർ ഗ്രിഡിനാണ് കേട്ടോ. പവർ ഗ്രിഡ് എന്ന് നമുക്കറിയാം. പവർ ഗ്രിഡ് എത്ര പേരാണ്? ടോട്ടൽ 71 പവർ ഗ്രിഡിന് 8th റാങ്ക് ആണ് നമ്മുടെ ഈ പവർ ഗ്രിഡിന് കിട്ടുന്നത്. ഓക്കെ, പവർ ഗ്രിഡ് എന്നാണ് ഫൗണ്ട് ചെയ്തത്? ഒക്ടോബർ 23, 1989 ആണ്. ഹെഡ് ക്വാർട്ടർ ഗുരുഗ്രാവ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, 2021 ഇന്റർനാഷണൽ യങ് എക്കോ ഹീറോ ആരാണ്? അയാൻ ഷാങ്കയാണ്. ഓക്കെ, 2021 ഇന്റർനാഷണൽ യങ് എക്കോ ഹീറോ ആരാണ്? അയാൻ ഷാങ്കയാണ്. 12 വയസ്സേ ഉള്ളൂ ഈ കൊച്ചിന്. 12 വയസ്സുള്ള ഇതൊരു എൻവയോൺമെന്റലിസ്റ്റ് ആണ് കേട്ടോ. മുംബൈക്കാരനാണ്, മഹാരാഷ്ട്ര. ഓക്കെ, മുംബൈയിലുള്ള 12 വയസ്സുള്ള ഒരു എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ് ഈ അയാൻ ഷങ്ക. ഈ അയാൻ ഷങ്കയ്ക്കാണ് ഈ വട്ടത്തെ 2021 ഇന്റർനാഷണൽ യങ് എക്കോ ഹീറോ ആയിട്ടുള്ള അവാർഡ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2020. ഓക്കെ, 2021 നമ്മൾ പറഞ്ഞു ഭാനുമതി ഗീവാളയാണ്. പക്ഷെ 2020 ആർക്കാണ്? SV സരസ്വതിയാണ്. തെറ്റിപ്പോലെ കേട്ടോ. 2020 ആണോ 2021 ആണോ എന്ന് ക്വസ്റ്റ്യൻ അത് നോക്കണം. 2020 കിട്ടിയത് SV സരസ്വതിയും 2021 ആർക്കായിരുന്നു കിട്ടിയത്? ഭാനുമതി. ഓക്കെ, ഭാനുമതി ഗീവാളയ്ക്കാണ് 2021 അവാർഡ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബോൺ അവാർഡ് 2021. ഓക്കെ, ഇവിടുത്തെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബറിലായിരുന്നു പ്രഖ്യാപിച്ചത്. ഓക്കെ, ഈ അവാർഡ് 2012 തൊട്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. മെൽബോൺ അവാർഡ് സ്റ്റാർട്ട് ചെയ്ത് 2012 തൊട്ടാണ്. ഇവിടുത്തെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആണ് സുരാരി പോട്രെ. നെക്സ്റ്റ് വൺ, ബെസ്റ്റ് പെർഫോമൻസ് മെയിൽ ഏതാണ്? സൂര്യ. നമുക്കറിയാം, സൂര്യ തകർത്ത് അഭിനയിച്ച പടം അല്ലേ സുരാരി പോട്രിക്കകത്തെ. സൂര്യക്കാണ് ഇവിടുത്തെ ബെസ്റ്റ് പെർഫോമൻസ് മെയിൽ അവാർഡ്. അതുപോലെ തന്നെ ഫീമെയിൽ ആർക്കാണ്? വിദ്യാബാലൻ. ഷെർണി എന്ന് പറഞ്ഞ പടത്തിൽ വിദ്യാബാലനാണ്
ബെസ്റ്റ് പെർഫോമൻസ് ഫീമെയിൽ. അതുപോലെ തന്നെ ഹോണറബിൾ മെൻഷൻ ടു നിമിഷ സജയൻ. നിമിഷ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, എല്ലാവരും കണ്ടില്ലേ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിനകത്ത് അഭിനയിച്ച നിമിഷയ്ക്കാണ് ഹോണറബിൾ മെൻഷൻ ചെയ്തിട്ടുള്ള അവാർഡ്, പ്രത്യേക ജൂറി അവാർഡ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെസ്റ്റ് ഡയറക്ടർ ആരാണ്? അനുരാഗ് ബാസു. അനുരാഗ് ബാസു ആണ് ബെസ്റ്റ് ഡയറക്ടർ. ഏത് ഫിലിമിനാണ്? ലൂഡോ. നെക്സ്റ്റ് വൺ ഹോണററി മെൻഷൻ ചെയ്ത ആരെയാണ്? പൃഥ്വി കൊണ്ണറു, പിങ്കി എല്ലിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സീരീസ്. ആക്ടറും ആക്ട്രസും ഫാമിലി മാൻ 2-നകത്തെ രണ്ടുപേരെയാണ്, സമന്ത അക്കിനേനിയും മനോജ് ബാജ്പേയിയുമാണ്. ബെസ്റ്റ് ആക്ടർ ഇൻ സീരീസ് ആരാണ്? ദ ഫാമിലി മാൻ 2-നകത്തെ മനോജ് ബാജ്പേയിയും. ആക്ട്രസ് സെയിം അതിനകത്ത് ദ ഫാമിലി മാൻ 2-നകത്തെ സമന്ത അക്കിനേനിക്കാണ്. ഓക്കെ, ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം ഏതാണ്? ഷട്ടപ്പ് സോനയാണ്. ഓക്കെ, ബെസ്റ്റ് ഡോക്യുമെന്ററി ഫിലിം ഷട്ടപ്പ് സോനയാണ്. നെക്സ്റ്റ് വൺ 73rd എമ്മി അവാർഡ്. 73rd എമ്മി അവാർഡിനടുത്ത് ഡ്രാമ സീരീസിന് ഏതാ കിട്ടിയത്? ദ ക്രൗൺ. ഓക്കെ, ദ ക്രൗൺ ആണ് കിട്ടിയേക്കുന്നത്. കോമഡി സീരീസ് ഏതാണ്? ടെഡ് ലാസോ. ടെഡ് ലാസോ ആണ്. അതുപോലെ തന്നെ ആക്ടർ, കോമഡിക്കകത്തെ ആക്ടർ ആരാണ് അവാർഡ് കിട്ടിയേക്കുന്നത്? ജേസൺ സുദേക്സ് ആണ്. അതുപോലെ തന്നെ ആക്ടർ ഡ്രാമയ്ക്ക് ആരാ കിട്ടുന്നത്? ജോഷ് ഒ കൊണോർ ആണ്. ആക്ട്രസ് കോമഡി ആരാണ്? ജീൻ സ്മാർട്ട് ആണ്. ഹാക്സിനകത്തെ ജീൻ സ്മാർട്ടിനാണ്. അതുപോലെ തന്നെ ആക്ട്രസ് ആരാണ് ഡ്രാമയ്ക്ക് കിട്ടിയേക്കുന്നത്? ഒലീവിയ കോൾമാൻ, ദ ക്രൗണിനാണ്. അതുപോലെ തന്നെ ഡയറക്ടർ കോമഡി ഏതാണ്? ലൂസിയ അനില്ലോ, ഹാക്സിനും ക്രൗണിനുമാണ് ഈ വട്ടത്തെ എമ്മി അവാർഡ് കിട്ടിയേക്കുന്നത് കൂടുതൽ. ഓക്കെ, ഡയറക്ടർ ഡ്രാമ ഏതാണ്? ജെസിക്ക ഹോബ്സ് ആണ്, ദ ക്രൗൺ. ഓക്കെ, ഡ്രാമ സീരീസ് ഏറ്റവും നല്ല ഡ്രാമ സീരീസിനുള്ള അവാർഡ് കിട്ടിയത് ദ ക്രൗൺ ആണ്. അതിന്റെ ഡയറക്ടറിന് തന്നെയാണ് ഇവിടുത്തെ അവാർഡും കിട്ടുന്നത്, ഡ്രാമയ്ക്കകത്ത് ജെസിക്ക ഹോബ്സ്, ദ ക്രൗൺ. ഓക്കെ ആണല്ലോ, ഇതൊക്കെ ചോദിക്കും കേട്ടോ, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവാർഡ്സിനകത്തൊക്കെ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ അംബാസിഡേഴ്സ്. ഓക്കെ, അഡിഡാസ് സ്റ്റെയിൻ പ്ലേ ക്യാമ്പയിൻ. നമുക്കറിയാം അഡിഡാസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ബ്രാൻഡിന്റെ ഓരോ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണ്. അഡിഡാസ് ഷൂ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഡിഡാസിന്റെ സ്റ്റെയിൻ പ്ലേ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ആരെ എടുത്തു? മീരാബായ് ചാനു. മീരാബായ് ചാനു നമുക്കറിയാം ടോക്കിയോ ഒളിമ്പിക് സിൽവർ മെഡലിസ്റ്റ് ആണ്. ഓക്കെ, സിൽവർ മെഡലിസ്റ്റ്, ടോക്കിയോ ഒളിമ്പിക് സിൽവർ മെഡൽ. ആരാണ് ഇവര്? വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഓക്കെ, വെയ്റ്റ് ലിഫ്റ്റർ ആണ്, ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഓക്കെ, മീരാബായ് ചാനു. ഓക്കെ, അഡിഡാസ് സ്റ്റെയിൻ പ്ലേ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മീരാബായ് ചാനു ആണ്. സിൽവർ മെഡലിസ്റ്റ് ആണ്. ടോക്കിയോ ഒളിമ്പിക്സിനകത്ത് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ESFB, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ESFB. അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയിട്ടുള്ള റാണി റംഭാൽ. മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാം, റാണി റംഭാൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നതാണ്? എന്തുമായിട്ടാണ്? ഹോക്കിയുമായിട്ടാണ്. ഓക്കെ, ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയ റാണി റംഭാലും അതുപോലെ സ്മൃതി മന്ദാന ആരാണ്? ക്രിക്കറ്ററാണ്. ഓക്കെ, ക്രിക്കറ്റർ, ഇന്ത്യൻ ക്രിക്കറ്ററാണ് സ്മൃതി മന്ദാനയും ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആണ് റാണി റംഭാലും. ഇവർ രണ്ടുപേരുമാണ് ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ അംബാസഡറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫിനോ പേയ്മെന്റ് ബാങ്ക്. ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ അംബാസിഡർ ആരാണ്? ഇന്ത്യൻ ആക്ടർ ആയിട്ടുള്ള പങ്കജ് ത്രിപതിയാണ്. ഓക്കെ, ഇന്ത്യൻ ആക്ടർ ആയിട്ടുള്ള പങ്കജ് ത്രിപതിയാണ് ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഫിനോയുടെ ഫുൾ ഫോം എന്താണ്? ഫിനോ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നെറ്റ്വർക്ക് ആൻഡ് ഓപ്പറേഷൻസ്. ഫിനോയുടെ ഫുൾ ഫോം എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നെറ്റ്വർക്ക് ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, ഫിനോ പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് പങ്കജ് ത്രിപതി. അതുപോലെ ESFB ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് റാണി റംഭാൽ ആൻഡ് സ്മൃതി മന്ദാന. ESFBയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലാണ്. ഓക്കെ, ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഒബ്റ്റ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, മേ ബി ചോദിക്കാം, ഓപ്ഷൻ അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരുടെയെങ്കിലും പേര് തന്നിട്ട് ഈ ഇടയ്ക്ക് അന്തരിച്ചു, സോ അദ്ദേഹം ഏത് ഫീൽഡിലായിരുന്നു, അല്ലെങ്കിൽ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആൻഡ് കോച്ച് ഈ ഇടയ്ക്ക് അന്തരിച്ചു, അദ്ദേഹം ആരാണ്, എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടുവെക്കോ. വാസു പറൻചാപ്പി എന്താണ്? ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആൻഡ് കോച്ച് ആയിരുന്നു, ഈ ഇടയ്ക്ക് അന്തരിച്ചു. അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ശുക്ല ഇന്ത്യൻ ആക്ടർ ആയിരുന്നു, അദ്ദേഹവും അന്തരിച്ചു.
ചന്ദൻ മിത്ര ഫോർമർ രാജ്യസഭ MP ആൻഡ് സീനിയർ ജേർണലിസ്റ്റ് ആയിരുന്നു. ജാക്വാസ് റോഗി ഫോർമർ പ്രസിഡന്റ് ഓഫ് ദ ഇന്റർനാഷണൽ IOCയുടെ ഫോർമർ പ്രസിഡന്റ് ആയിട്ടുള്ള ജാക്വാസ് റോഗി അന്തരിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ന്യൂസ് ബ്രോഡ്കാസ്റ്റർ ഓഫ് BBC ഹിന്ദിയുടെ ഫസ്റ്റ് ന്യൂസ് ബ്രോഡ്കാസ്റ്റർ രജനി കൗൾ അന്തരിച്ചു. അതുപോലെ തന്നെ ഫോർമർ യൂണിയൻ ഹെൽത്ത് സെക്രട്ടറി കേശവ് ദേശരാജു അന്തരിച്ചു. ദെൻ ഫോർമർ യൂണിയൻ മിനിസ്റ്റർ ആൻഡ് കോൺഗ്രസ് ലീഡർ ആണ് ഓസ്കാർ ഫെർണാണ്ടസ്. അതുപോലെ തന്നെ ഫോർമർ ഫുട്ബോൾ പ്ലെയർ ആൻഡ് ക്യാപ്റ്റൻ ഓഫ് മോഹൻ ബാബനി റോയ്. നെക്സ്റ്റ് വൺ മഹത് നരേന്ദ്രഗിരി പ്രസിഡന്റ് ഓഫ് ദ അഖില ഭാരതീയ അക്ഷര പരിഷത്ത്. അതുപോലെ തന്നെ മനോരമ മോഹപത്ര സോഷ്യൽ വർക്കർ, ഒഡിയ ലിറ്ററേച്ചർ ജേർണലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ കമല ബാസൻ എന്താണ് വുമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് ഓണർ. ഇത്രയും പേരായിരുന്നു സെപ്റ്റംബർ മന്തിൽ മരിച്ചുപോയവർ. ഓക്കെ, ഇവരുടെ പേര് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നു. മേ ബി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ബുക്സ് ആൻഡ് ഓതേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്സ് ഒക്കെ എല്ലാ ഷിഫ്റ്റിനകത്ത് ചോദിക്കുന്നു, ബുക്സിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സെപ്റ്റംബറിലുള്ള ബുക്സിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. ഹരിയാന എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കോഡ് റിലീസ്ഡ് ബൈ മനോഹർ ലാൽ ഖട്ടർ. മനോഹർ ലാൽ ഖട്ടർ എന്ന് കേൾക്കുമ്പോൾ ആരാണ്? ഹരിയാന CM ആരാണ്? ഹരിയാന CM ആണ് മനോഹർ ലാൽ ഖട്ടർ. ഓക്കെ, അപ്പൊ ഗവർണർ ആരാണ്? ഗവർണറും കൂടെ അങ്ങ് പഠിച്ചു വെക്കൂ. ആരാണ്? ബണ്ടാരു ദത്താത്രേയ. ഓക്കെ, ബണ്ടാരു ദത്താത്രേയ ആണ് ഗവർണർ ഓഫ് ഹരിയാന. ഓക്കെ, അപ്പൊ ഹരിയാന CM ആയിട്ടുള്ള മനോഹർ ലാൽ ഖട്ടർ പുറത്തിറക്കി. ഏതാണ്? ഹരിയാന എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കോഡ് എന്ന് പറഞ്ഞ ബുക്ക്. അത് ആരാ എഴുതിയത്? ധീര ഖാണ്ടേവാൾ ആണ്. ഭയങ്കര ധീരനാണ്. ധീരനായ ഖണ്ടേവാൾ എന്ത് ചെയ്യുന്നു? ഹരിയാനയുടെ എൻവയോൺമെന്റിനെ കുറിച്ചും അതിന്റെ പൊല്യൂഷൻ കോഡിനെ കുറിച്ചും ഒരു ബുക്ക് അങ്ങ് ഇറക്കി. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഫ്രാക്ചേർഡ് ഹിമാലയ ഹൗ ദ പാസ്റ്റ് ഷാഡോസ് ദ പ്രസന്റ് ഇൻ ഇന്ത്യ ചൈന റിലേഷൻ. ആരാണ് എഴുതിയത്? നിരുപമ റാവു എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ഫോർമർ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ ഫോർമർ ഫോറിൻ സെക്രട്ടറി ആണ് ഈ നിരുപമ റാവു. അവരിറക്കിയ ബുക്ക് ഏതൊക്കെയാണ്? ദ ഫ്രാക്ചേർഡ് ഹിമാലയ, ഹൗ ദ പാസ്റ്റ് ഷാഡോസ് ദ പ്രസന്റ് ഇൻ ഇന്ത്യ ചൈന റിലേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗീത ഗോവിന്ദ ജയദേവാസ് ഡിവൈൻ ഓഡിസി. ആരാ ഇറക്കിയത്? ഡോക്ടർ ഉത്പൽ കെ ബാനർജിയുടെ ബുക്കാണ് ഗീത ഗോവിന്ദ ജയദേവാസ് ഡിവൈൻ ഓഡിസി. ഓക്കെ, നെക്സ്റ്റ് വൺ ചേതൻ ഭഗത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേതൻ ഭഗത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇറക്കിയ ബുക്ക് ഏതാണ്? 400 Days ആണ്. നമുക്കറിയാം ചേതൻ ഭഗത്തിന്റെ ഒരുപാട് ബുക്ക് എന്താണ്? വൺ ഇന്ത്യൻ ഗേൾ, അതുപോലെ തന്നെ വൺ അറേഞ്ച്ഡ് മർഡർ, 3 mistakes of my life, 2 states, half girlfriend, പിന്നെന്താ നെക്സ്റ്റ് ഹാഫ് ഗേൾഫ്രണ്ട്, അതുപോലെ തന്നെ ദ ഗേൾ ഇൻ റൂം 105. ഇതൊക്കെ ആരുടെയാണ്? ചേതൻ ഭഗത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് നല്ല ചോദ്യങ്ങൾ ഈ 1 അറേഞ്ച്ഡ് മർഡർ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ CGL-നകത്ത്. ഓക്കെ, അപ്പോൾ 1 ഇന്ത്യൻ ഗേൾ, അതുപോലെ തന്നെ 1 അറേഞ്ച്ഡ് മർഡർ, 3 mistakes of my life, 2 states, half girlfriend, the girl in room 105. അതുപോലെ തന്നെ റെവല്യൂഷൻ 2020 ഇത് ആരുടെയാണ്? ചേതൻ ഭഗത്തിൻ്റെയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹം ഇറക്കിയ ബുക്കാണ് 400 Days. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 400 Days ആരുടെ ബുക്കാണ്? ചേതൻ ഭഗത്തിൻ്റെയാണ്. നെക്സ്റ്റ് വൺ ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ്. ആരുടെയാണ്? ജുംബ ലാഹ്രിയുടെയാണ് ദ ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ്. ജുംബ ലാഹ്രിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്കറിയാം ദ നെയിം സേക്ക് ജുംബ ലാഹ്രിയുടെ ഫസ്റ്റ് നോവലാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതായിരുന്നു? നെക്സ്റ്റ് ദ ലോലാൻഡ്, അതിനുശേഷം വെയർ അബൌട്ട്സ്. ഓക്കെ, ഇതെല്ലാം ജുംബ ലാഹ്രിയുടെ നോവൽസ് ആണ്. ഫസ്റ്റ് നോവലാണ് ദ നെയിം സേക്ക്, സെക്കൻഡ് ദ ലോലാൻഡ്, വെയർ അബൌട്ട്സ്. ജുംബ ലാഹ്രി അമേരിക്കൻ റൈറ്റർ ആണ് കേട്ടോ. അമേരിക്കൻ റൈറ്റർ ആണ്. സോ
ജുംഹർ ലാഹ്രിയുടെ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇറക്കിയ ബുക്ക് ഏതാണ്? ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പേരൊക്കെ ഓർത്ത് വെച്ചാണ്. ദ നെയിം സേക്ക് ആരുടെ ബുക്കാണ്? അതുപോലെ തന്നെ ലോ ലാൻഡ് വേറെ ബോർഡ്സ്, ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ബാറ്റിൽ ഓഫ് റസംഗ്ല. ദ ബാറ്റിൽ ഓഫ് റസംഗ്ല ആരുടെ ബുക്കാണ്? കുൽപ്രീത് യാദവ്. കുൽപ്രീത് യാദവ് ഇന്ത്യൻ നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ ബാറ്റിൽ ഓഫ് റസംഗ്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ ആരുടെ ബുക്കാണ്? സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ബുക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഷൈനിങ് സിഖ് യൂത്ത് ഓഫ് ഇന്ത്യ ആരാണ്? റിലീസ്ഡ് ബൈ രാജ്നാഥ് സിംഗ് ആണ് റിലീസ് ചെയ്തത്. ഏത് ബുക്ക്? ദ ഷൈനിങ് സിഖ് യൂത്ത് ഓഫ് ഇന്ത്യ. ആരുടെയാണ്? ഡോക്ടർ പ്രഹാബ്ലീൻ സിംഗിന്റെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ജംഗൾ നാമ ആരുടെയാണ്? അമിതാഭ് ഘോഷിന്റെയാണ്. അമിതാഭ് ഘോഷ് നമുക്കറിയാം ഇന്ത്യൻ റൈറ്ററാണ് അമിതാഭ് ഘോഷ്. അദ്ദേഹത്തിന് ഒരുപാട് ബുക്കുണ്ട് ഫേമസ് ആയിട്ടുള്ള. അതിനകത്ത് റീസെന്റ് ആയിട്ട് ഇറക്കിയതാണ് ജംഗൾ നാമയാണ്. അതുപോലെ തന്നെ ദ ഹംഗ്രി ടൈഡ്, അതുപോലെ തന്നെ ദ ഷാഡോ ലൈൻസ്, സീ ഓഫ് പോപ്പീസ്, പിന്നെ ഫേമസ് ആയിട്ടുള്ള ദ നട്മഗ്സ് കേഴ്സ്, പാരബിൾസ് ഫോർ എ പ്ലാനറ്റ് ക്രൈസിസ്. ഇതും ആരുടെ ബുക്കാണ്? അമിതാഭ് ഘോഷിന്റെ ബുക്ക്. ഇത് CGL-നോ CHSL-നോ ചോദിച്ചിട്ടുണ്ട്. ദ നട്മഗ് കേഴ്സ്, പാരബിൾസ് ഫോർ എ പ്ലാനറ്റ് ക്രൈസിസ് ആരെഴുതിയ ബുക്ക്? ആരാണ്? അമിതാഭ് ഘോഷിന്റെയാണ്. ഓക്കെ, ദ ഹംഗ്രി ടൈഡ്, ദ ഷാഡോ ലൈൻസ്, സീ ഓഫ് പോപ്പീസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആണ്. ഓക്കെ, അപ്പോൾ ജംഗിൾ നാമ എഴുതിയ ആരാണ്? അമിതാഭ് ഘോഷ് ആണ്, ഇന്ത്യൻ റൈറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ലോങ് ഗെയിം ഹൗ ദ ചൈന നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ ആരുടെ ബുക്കാണ്? വിജയ് ഗോഖലെയുടെയാണ്. ഓക്കെ, ദ ലോങ് ഗെയിം ഗോഖലെ അങ്ങനെ പറഞ്ഞത്. ദ ലോങ് ഗെയിം വിജയിച്ച് വരുന്നത് വലിയ ലോങ് ആയിട്ടുള്ള ഇതാന്ന് എല്ലാം വെച്ച് കോഡ് വെച്ച് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ദ ലോങ് ഗെയിം ഹൗ ദ ചൈന നെഗോഷിയേറ്റ് വിത്ത് ഇന്ത്യ ആരുടെ ബുക്കാണ്? വിജയ് ഗോഖലെയുടെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ കൾച്ചർ ഇന്ദിരാ നൂയിയുടെയാണ്. ഓക്കെ, ഇന്ദിരാ നൂയി നമുക്കറിയാം ഇന്ദിരാ നൂയി ആരാണ്? ഫോർമർ CEO പെപ്സിക്കോയുടെ ഫോർമർ CEO ആണ് ഇന്ദിരാ നൂയി. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏത്? റീസെന്റ് ആയിട്ട് പുറത്തിറക്കിയ ബുക്കാണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ കൾച്ചർ. ഓക്കെ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബുക്സ് ആൻഡ് ഓതേഴ്സിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഷുവറായിട്ടും ഇനിയും ചോദിക്കും. നെക്സ്റ്റ് വൺ, എ റൂഡ് ലൈഫ് ദ മെമ്മോറിയർ ആരുടെയാണ്? വീർ സാങ്വിയുടെയാണ് എ റൂഡ് ലൈഫ് ദ മെമ്മോറിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, അപ്പോയിൻമെന്റ്സ് സെപ്റ്റംബർ മന്തിലെ അപ്പോയിൻമെന്റ്സ് ആണ്. ഓക്കെ, ദ DG ഓഫ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്ത് പങ്കജ് കുമാർ സിംഗ്. ഓക്കെ, പങ്കജ് കുമാർ സിംഗ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ DG ഡയറക്ടർ ജനറൽ. ഓക്കെ, അപ്പോൾ ഈ BSFന്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. ഓക്കെ, ഹെഡ്ക്വാർട്ടർ ഓഫ് BSF ന്യൂഡൽഹിയാണ്. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? December 1, 1965. ഓക്കെ, BSF എസ്റ്റാബ്ലിഷ് ചെയ്തത് December 1, 1965 ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയിലാണ്. BSFന്റെ ഫുൾ ഫോം പഠിക്കണം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ്. ഇവിടുത്തെയൊക്കെ പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. ഓക്കെ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ബോർഡേഴ്സിലാണ് നമ്മുടെ ഇന്ത്യൻ പാരാമിലിറ്ററി ഫോഴ്സസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ DG എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് ദ BSF ആരാണ്? പങ്കജ് കുമാർ സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡയറക്ടർ ജനറൽ DG ഓഫ് ദ നാഷണൽ കേഡറ്റ് ക്രോപ്സ് NCCയുടെ 34ാമത്തെ ഡയറക്ടർ ജനറൽ ആരാണ്? NCCയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കേഡറ്റ് ക്രോപ്സ്. അതിന്റെ DG ആരാണ്? ഗുർബീർപൽ സിംഗ്. ഓക്കെ, ഗുർബീർപൽ സിംഗ് ആണ്. ഓക്കെ, അപ്പൊ NCCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതും ന്യൂഡൽഹി തന്നെയാണ്. NCCയുടെ ഹെഡ്ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. അതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 16th April 1948. ഓക്കെ, 16th April 1948 NCC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോഴത്തെ DG ആരാണ്? ഗുർബീർപൽ സിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ,
രാജ്യസഭ സെക്രട്ടറി ജനറൽ ബൈ എം വെങ്കയ്യ നായിഡു. നമുക്കറിയാം രാജ്യസഭ ചെയർമാൻ ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് എം വെങ്കയ്യ നായിഡു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് ആരാണ് ചുമതല എടുത്തേക്കുന്നത്? ഡോക്ടർ PPK രാമചാർലു. ഡോക്ടർ PPK രാമചാർലു. ഓക്കെ, നെക്സ്റ്റ് വൺ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? റീസെൻ്റ് ആയിട്ട് കുറേയിടത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഓക്കെ, അതപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ആരാണ്? ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, അപ്പോൾ ഗവർണർ ആരായിരുന്നു? ഗവർണറും കൂടെ അങ്ങ് പഠിച്ചു വെക്കോ. ഗവർണർ ഓഫ് ഗുജറാത്ത് ആരാണ്? ആചാര്യ ദേവറട്ട്. ഓക്കെ, ആചാര്യ ദേവറട്ട് ആണ് ഗവർണർ ഓഫ് ഗുജറാത്ത്. CM ആരാണ്? ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, CM ഓഫ് പഞ്ചാബ് ആരാണ്? CM ഓഫ് പഞ്ചാബ് ചരൺജിത് സിംഗ് ചന്നി. പഞ്ചാബ് കേൾക്കുമ്പോൾ അവിടെ സിംഗുമാരാണെന്ന് ഓർത്താൽ മതി. ഏത് സിംഗ് ആണ്? ചരൺജിത് സിംഗ് ചന്നിയാണ്. ഓക്കെ, അപ്പോൾ ഗവർണർ ആരാണ്? ഗവർണർ ബൻവരിലാൽ പുരോഹിത്. ഓക്കെ, ഒരു സിംഗ് ഉണ്ടെങ്കിൽ ഒരു പുരോഹിതനെയും കൂടെ കൂട്ടി നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ CM ഓഫ് പഞ്ചാബ് ആരാണ്? ചരൺജിത് സിംഗ് ചന്നിയും ഗവർണർ ബൻവരിലാൽ പുരോഹിതുമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ വൈസ് പ്രസിഡന്റ് ഓഫ് ദ ഏഷ്യൻ സ്ക്വാഷ് ഫെഡറേഷൻ. ഏഷ്യൻ സ്ക്വാഷ് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? സിറിൻ പോഞ്ച ആണ് ദ വൈസ് പ്രസിഡന്റ് ഓഫ് ദ ഏഷ്യൻ സ്ക്വാഷ് ഫെഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ദ പ്രസിഡന്റ് ഓഫ് എസ്റ്റോൺഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? അലർ കാരിസ് ആണ്. ഓക്കെ, എസ്റ്റോൺഷ്യയുടെ പ്രസിഡന്റ് ആരാണ്? ന്യൂലി അപ്പോയിന്റ് ചെയ്തേക്കുന്ന ആരാണ്? അലർ കാരിസ്. അപ്പോൾ PM ആരാണ്? PM കാജ കല്ലാസ്. ദ PM ഓഫ് എസ്റ്റോൺഷ്യ ആരാണ്? കാജ കല്ലാസ് ആണ്. എസ്റ്റോൺഷ്യയുടെ ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ ടാലിൻ ആണ്. അതുപോലെ തന്നെ കറൻസി എന്താണ്? യൂറോ ആണ്. ഓക്കെ, കറൻസി ഓഫ് എസ്റ്റോണിയ എന്താണ്? യൂറോ ആണ്. ക്യാപിറ്റൽ ടാലിൻ. അവിടുത്തെ പാർലമെന്റിന് പറയുന്ന പേരെന്താണ്? റിഗി കോഗു. ഓക്കെ, റിഗി കോഗു എന്നാണ്. ഓക്കെ, ദ പാർലമെന്റ് ഓഫ് എസ്റ്റോണിയ ഈസ് റിഗി കോഗു, ക്യാപിറ്റൽ ടാലിൻ ആൻഡ് കറൻസി യൂറോ ആണ്. ഓക്കെ ആണല്ലോ. പ്രസിഡന്റ് ആരാണ്? അലർ കാരിസ്. പ്രൈം മിനിസ്റ്റർ കാജ കല്ലാസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ദ പ്രസിഡന്റ് ഓഫ് ദ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ദ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ന്യൂലി പ്രസിഡന്റ് ആരാണ്? രരീന്ദർ സിംഗ്. ഓക്കെ, രരീന്ദർ സിംഗ്. റൈഫിൾ രരീന്ദ്ര, അങ്ങനെ ഓർത്താൽ മതി. രനീന്ദ്ര സിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ MD ഓഫ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആരാണ്? ഹർഷ ഭൂപേന്ദ്ര ബംഗാരിയാണ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വൺ എക്കണോമിക് അഡ്വൈസർ ടു ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ എക്കണോമിക് അഡ്വൈസർ ആയിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്? രജനീഷ് കുമാർ. ഓക്കെ, രജനീഷ് കുമാറിനെയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് CM ആരാണ്? ആന്ധ്രാപ്രദേശ് CM YSR ആരാണ്? YSR ജഗൻമോഹൻ റെഡ്ഡിയാണ്. ഗവർണർ ആരാണ്? ഗവർണറാണ് ബിശ്വഭൂഷൺ ഹരിചന്ദൻ. ഓക്കെ, ബിശ്വഭൂഷൺ ഹരിചന്ദൻ ആണ് ഗവർണർ. ഓക്കെ, ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് ബിശ്വഭൂഷൺ ഹരിചന്ദനും CM YSR ജഗൻമോഹൻ റെഡ്ഡിയാണ്. എക്കണോമിക് അഡ്വൈസർ ടു ആന്ധ്രാപ്രദേശ് ആരാണ്? രജനീഷ് കുമാർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ MD ആൻഡ് CEO ഓഫ് ദ IDFC ഫസ്റ്റ് ബാങ്ക്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ MD ആൻഡ് CEO ആരാണ്? V വൈദ്യനാഥ് ആണ്. ഓക്കെ, V വൈദ്യനാഥ് ആണ് MD ആൻഡ് CEO ഓഫ് IDFC ഫസ്റ്റ് ബാങ്ക്. നെക്സ്റ്റ് വൺ MD ഓഫ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. മാനേജിംഗ് ഡയറക്ടർ ഓഫ് ദ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആരാണ്? സുമൻ ശർമ്മയാണ്. ഓക്കെ, സോളാർ എന്ന് കേൾക്കുമ്പോഴേ സുമൻ SS എന്ന് ഓർത്താൽ മതി. സോളാർ എനർജി കോർപ്പറേഷന്റെ MD ആരാണ്? സുമൻ ശർമ്മ. ഓക്കെ, നെക്സ്റ്റ് വൺ ചെയർമാൻ ഓഫ് ദ അസംബ്ലി ഓഫ് ദ ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? GC മുർമു ആണ്. ഓക്കെ, ദ ചെയർമാൻ ഓഫ് ദ അസംബ്ലി ഓഫ് ദ ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ ആരാണ്? GC മുർമു. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഗവർണർ ഓഫ് തമിഴ്നാട്. ഞാൻ പറഞ്ഞില്ലേ കുറേയിടത്തെ CM കുറേയിടത്തെ ഗവർണറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, അപ്പൊ തെറ്റിപ്പോലെ. സോ ഗവർണർ ഓഫ് തമിഴ്നാട് ആരാണ്? RN രവിയാണ്. ഓക്കെ, RN രവിയാണ്. നേരത്തെ RN രവി നാഗാലാൻഡിന്റെ ആയിരുന്നു, അവിടുന്ന് മാറ്റി ഇപ്പൊ എങ്ങോട്ടേക്കാക്കി? തമിഴ്നാടിന്റെ ആക്കി. സോ ദ ഗവർണർ ഓഫ് തമിഴ്നാട് ആരാണ് ഇപ്പോൾ?
RN രവിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ഗവർണർ ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഗ്. ഓക്കെ, ഗുർമീത് സിംഗ് ആണ് ഉത്തരാഖണ്ഡിന്റെ ഗവർണർ. നാഗാലാൻഡിന്റെ ഗവർണർ ആരാണ്? ജഗദീഷ് മുഖി. ഓക്കെ, ജഗദീഷ് മുഖിയാണ് നാഗാലാൻഡിന്റെ ഗവർണർ. അതുപോലെ തന്നെ പഞ്ചാബിന്റെ ഗവർണർ ആരാണ്? ബൻവരിലാൽ പുരോഹിതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ CEO ഓഫ് യാഹു. യാഹുവിന്റെ CEO ആരാണ്? ജിം ലാൻസോൺ. ജിം ലാൻസോൺ ആണ് CEO ഓഫ് യാഹു. യാഹുവിന്റെ CEO ആരാണ്? ജിം ലാൻസോൺ. നെക്സ്റ്റ് വൺ ദ ചീഫ് സെക്രട്ടറി ഓഫ് ആന്ധ്രാപ്രദേശ്. ചീഫ് സെക്രട്ടറി ഓഫ് ആന്ധ്രാപ്രദേശ് ആരാണ്? സമീർ ശർമ്മയാണ്. ഓക്കെ, സമീർ ശർമ്മ. നെക്സ്റ്റ് വൺ ദ നെക്സ്റ്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. എയർ സ്റ്റാഫിന്റെ നെക്സ്റ്റ് ചീഫ് ആരാണ്? VR ചൗധരി. VR ചൗധരി. നമുക്കറിയാം RK ബദൂരി ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഇനി വരാൻ പോകുന്ന ആരാണ്? VR ചൗധരിയാണ് ഇനി അത് നെക്സ്റ്റ്. അപ്പം നമുക്കറിയാം ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ഒക്ടോബർ 8 ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ്, ഒക്ടോബർ 8. നെക്സ്റ്റ് എയർ സ്റ്റാഫ് ആരാണ്? VR ചൗധരിയാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. ഇപ്പോഴത്തെ ന്യൂലി ഇലക്ട് ചെയ്ത പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ ആണ് ജസ്റ്റിൻ ട്രൂഡേ ആണ്. ഓക്കെ, ജസ്റ്റിൻ ട്രൂഡേ ആണ്. നെക്സ്റ്റ് വൺ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ. ജപ്പാന്റെ ന്യൂലി ഇലക്ട് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആണ്, റീഇലക്ട് ആരാണ്? ഫുമിയോ കിഷിദയാണ്. ഓക്കെ, അപ്പോൾ ജപ്പാന്റെ ക്യാപിറ്റൽ എന്താണ്? ടോക്കിയോ. ഓക്കെ, ജപ്പാന്റെ ക്യാപിറ്റൽ എന്താണ്? ടോക്കിയോ ആണ്. കറൻസി എന്താണ്? yen ആണ്. ഓക്കെ, ജാപ്പനീസ് yen ആണ് കറൻസി. ഓക്കെ, കറൻസി yen ആണ്. ക്യാപിറ്റൽ ടോക്കിയോ ആണ്. അവിടുത്തെ പാർലമെന്റിന് പറയുന്ന പേരെന്താണ്? ജപ്പാന്റെ പാർലമെന്റിന്റെ പറയുന്ന പേര് ഡയറ്റ്, നാഷണൽ ഡയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പാർലമെന്റിന് എന്ന് പറയുന്ന പേര് എന്താണ്? ഡയറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ജപ്പാൻ ആരാണ്? ഷിൻസോ അബെ. Okay, the president of Japan is Shinzo Abe and the prime minister of Japan is Fumio Kishida. Okay, Fumio Kishida ആണ് prime minister of Japan. Okay ആണല്ലോ. ഇനി ഡേയ്സ് ആൻഡ് തീംസ് ആണ്. ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ ദിവസത്തിൻ്റെ കാര്യം സെപ്റ്റംബർ മന്തില്ലേ, നിങ്ങൾ ഓരോ മാസത്തെ എടുക്കുമ്പോൾ ആ മാസത്തെ ഫുൾ അങ്ങ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. അപ്പോൾ സെപ്റ്റംബർ മന്തിലെയാണ്. സെപ്റ്റംബർ മന്തിലെ പഠിച്ചു വെക്കാനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഓർഡറിൽ അങ്ങ് പഠിച്ചു പോവാം. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ ജസ്റ്റ് ആ ഒരു ഓർഡർ മറക്കാതിരിക്കുക, ഒരു കഥ പോലെ കഥയല്ല, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ രീതിയിലുള്ള ഒരു കാര്യം പറയാം. അപ്പോൾ എന്താണ്? സെപ്റ്റംബർ 2 എന്നുള്ളത് നമുക്ക് ഡേറ്റ് ആദ്യമേ ഞാൻ കഥ പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റും കൂടെ അത് പഠിച്ചു പോകാം. ഓക്കെ, വേൾഡ് കോക്കനട്ട് ഡേ. അപ്പോൾ എന്താണ്? 2 തേങ്ങ കിട്ടി. അപ്പോൾ ആ തേങ്ങ കൊണ്ട് ഇവിടുത്തെ ടീച്ചറിൻ്റെ അടുത്ത് തന്നു. ടീച്ചർ എന്ത് ചെയ്തു? നമുക്ക് എയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇരുന്ന് നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററസിയാണ്. അപ്പോൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് അപ്പോൾ ടീച്ചർ ഒന്ന് പഠിപ്പിക്കാൻ പോകുന്നത്? സൂയിസൈഡ് പ്രിവെൻഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ആദ്യമേ എന്തുവായിരുന്നു? തേങ്ങ കിട്ടി. സ്റ്റുഡൻസ് തേങ്ങ കൊണ്ട് എന്ത് ചെയ്തു? ടീച്ചറിൻ്റെ അടുത്ത് തന്നു. ടീച്ചറിൻ്റെ അടുത്ത് വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു എന്ത് ചെയ്തു? നമുക്ക് എയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് പുറത്തിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററസിയാണ്, സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എന്നിട്ട് എന്താണ്? അപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താണ്? സൂയിസൈഡ് പ്രിവെൻഷനെ കുറിച്ചാണെന്ന് പറഞ്ഞു ടീച്ചർ. അപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷൻ ആദ്യത്തെ കാര്യം എല്ലാവരുടെ കയ്യിലും ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ത് ചെയ്തു? നമ്മൾ പുറത്തിരുന്നാണ് പഠിക്കുന്നത് ഓർക്കണം. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഡെമോക്രസി വേണം, എല്ലാവർക്കും ഒരുപോലെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡെമോക്രസി വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ആ ഹിന്ദിക്കാരനെയും കൂടെ ഇരുത്തി പഠിപ്പിക്കുക. ഹിന്ദിക്കാരനും കേട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദിക്കാരനും കേട്ടോട്ടെ എന്ന് പറഞ്ഞോണ്ട് ടീച്ചർ എന്തോ പറഞ്ഞു? നമുക്ക് എന്ത് ചെയ്യണം? പ്രിസർവ് ചെയ്യണം എല്ലാവരെയും. ആ ഹിന്ദിക്കാരനെ നമ്മുടെ കൂടെ കൂട്ടി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്തു? ഹിന്ദിക്കാരനോട് പറഞ്ഞു നമ്മുടെ ഓസോൺ ലെയറിനെ പ്രിസർവേഷൻ ചെയ്യണം. ഓക്കെ, ഞാൻ നിന്നെ ഇപ്പം ഹിന്ദിക്കാരനെ ആ ടീച്ചർ പ്രിസർവ് ചെയ്ത് ആ പിള്ളേരോട് ഇരുത്തിയതുപോലെ നമുക്ക് നമ്മുടെ ഓസോൺ ലെയറിനെ പ്രിസർവ് ചെയ്യണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത്? നമുക്ക് എല്ലാവർക്കും ഒരു ബാമ്പു നടാന്ന് മോള. ഓക്കെ, ബാമ്പു നട്ടിട്ട് എന്ത് ചെയ്തു? കോസ്റ്റിൻ്റെ സൈഡും കൂടെ പോയി നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കോസ്റ്റിൻ്റെ സൈഡ് പോയി ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ പിള്ളേർ എന്ത് ചെയ്തു? ഇതൊന്നും കേൾക്കാതെ ഒരിടത്ത് പോയിരുന്നു. അപ്പം വീക്ക് ഓഫ് ഡെഫ് അത് വരുമല്ലോ. ഈ ജസ്റ്റ് എനിക്ക് അന്നേരം തോന്നിയ രീതി ഞാനങ്ങ് പറഞ്ഞു കേട്ടോ.
അപ്പം എന്താണ് ഡെഫ്, കുറച്ച് പിള്ളേർ അവിടെ ഒന്നും കേട്ടിട്ടും കേൾക്കാത്ത രീതിയിൽ പോയിരിക്കുന്നു, അപ്പം ഡെഫ് എന്നുള്ള ഓർക്കുക. ഓക്കെ, അപ്പം എന്ത് അവരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞു ടീച്ചർ. എന്നിട്ട് എന്ത് പറഞ്ഞു, അൾഷിമേഴ്സ് ഡേ. അൾഷിമേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, മറവി ഉണ്ടെങ്കിൽ എന്താണ്, സമാധാനമുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പം ഒരാളോട് ദേഷ്യമുണ്ട്, ഒരാളുമായിട്ട് ഭയങ്കര വഴക്കായിരുന്നു, പക്ഷെ അയാളെ പിറ്റേ ദിവസം നമ്മൾ കാണുമ്പോൾ നമ്മൾ മറവി കാരണം കഴിഞ്ഞ ദിവസത്തെ വഴക്ക് നമ്മളങ്ങ് മറന്നുപോയി. അപ്പം എന്താണ്, അവിടെ ഒരു സമാധാനമാണ്, വഴക്കൊക്കെ ഇല്ല, അവിടെ സമാധാനമാണ്. അപ്പം എന്താണ്, ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് കാരണം പീസ് എപ്പോഴാണ് വരുന്നത്, നമുക്ക് മറവി ഉണ്ടാവുമ്പോൾ. ഓക്കെ, അപ്പം മറവി ഉണ്ടാവുന്നു പറഞ്ഞുകൊണ്ടിരുന്നു, അതവിടെ കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, എന്തായാലും എല്ലാ പിള്ളേരും കൂടെ എന്ത് ചെയ്തു, ക്ലീനപ്പ് ചെയ്യാൻ പോകും. അപ്പം നമ്മൾ ടീച്ചർ പറഞ്ഞു, നമുക്ക് എൻവയോൺമെന്റിൽ നമ്മുടെ പരിസ്ഥിതിയും കൂടെ നമുക്ക് അതിനെ കൂടെ എന്തൊക്കെ ചെയ്യണം, ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്, ഹെൽത്ത് ആക്കി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു എന്ത് ചെയ്യുന്നു, റിവറിനെ, നദിയെക്കുറിച്ചും ക്ലീൻ ആക്കണമെന്ന് പറഞ്ഞു. പരിസ്ഥിതിക്കകത്ത് നദിയും കൂടെ വേണം. നദി എന്ന് കേൾക്കുമ്പോഴെന്ത് ഓർമ്മ വരുന്നത്, ടൂറിസം, ബീച്ച്, അതൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്, ടൂറിസം ആണ്. ടൂറിസത്തിനകത്ത് ഈ മാരിടൈം എന്ന് കേട്ടാലേ എന്താണ്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ടൂറിസവും സമുദ്രമാണ്, റിവറും സമുദ്രമാണ്. അപ്പൊ ടൂറിസം എന്ന് കേൾക്കുമ്പോഴേ ലാസ്റ്റിൽ എന്താണ്, സമുദ്രത്തിലാണ് ചെന്ന് പതിക്കുന്നത് എന്നങ്ങ് ഓർത്താൽ മതി. കാരണം ബീച്ച് ഇല്ലാത്ത ഒരു ടൂറിസം ഇല്ല എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാനിത് എൻ്റെ ഒരു രീതിക്ക് അങ്ങ് പഠിച്ചു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിച്ചു. ഓക്കെ, സെപ്റ്റംബർ 2 എന്താണ്, വേൾഡ് കോക്കനട്ട് ഡേ. തേങ്ങ കിട്ടി, സ്റ്റുഡൻസിന് എന്തോ കിട്ടി, തേങ്ങ കിട്ടി. ഓക്കെ, അപ്പൊ സെപ്റ്റംബർ 2 എന്താണ്, വേൾഡ് കോക്കനട്ട് ഡേ ആണ്. തീം എന്താണ്, ബിൽഡിംഗ് എ സേഫ്, ഇൻക്ലൂസീവ്, റെസിലിയന്റ് ആൻഡ് സസ്റ്റൈനബിൾ കോക്കനട്ട് കമ്മ്യൂണിറ്റി അമിഡ് COVID-19 പാൻഡമിക് ആൻഡ് ബിയോണ്ട്. ഓർത്ത് വെക്കണം കേട്ടോ, തീംസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ എന്താണ്, സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. സെപ്റ്റംബർ 5 എന്താണ്, നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണ്. ഓക്കെ, ടീച്ചറിന്റെ അടുത്ത് വന്നു. അപ്പൊ ടീച്ചർ എന്ത് പറഞ്ഞു, നമുക്ക് എയർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഫോർ ബ്ലൂ സ്കൈസ് അല്ലേ. അപ്പൊ എന്താണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 2 ദിവസത്തെ സമയം കൊടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് അല്ലേ. അപ്പൊ സെപ്റ്റംബർ 7 ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എയർ ഫോർ ബ്ലൂ സ്കൈസ്. തീം എന്താണ്, ഹെൽത്തി എയർ ഹെൽത്തി പ്ലാനറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, സെപ്റ്റംബർ 8 ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. സെപ്റ്റംബർ 8 എന്താണ്, ഇന്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. തീം എന്താണ്, ലിറ്ററസി ഫോർ എ ഹ്യൂമൻ സെന്റേർഡ് റിക്കവറി നാരോയിങ് ദ ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, ലിറ്ററസി ഫോർ എ ഹ്യൂമൻ സെന്റേർഡ് റിക്കവറി നാരോയിങ് ദ ഡിജിറ്റൽ ഡിവൈഡ്. നെക്സ്റ്റ് വൺ എന്താണ്, ലിറ്ററസിയുടെ ഭാഗമായിട്ട് ടീച്ചർ ആദ്യത്തെ ടോപ്പിക് എന്താ പറഞ്ഞത്, സൂയിസൈഡ് പ്രിവെൻഷനെ കുറിച്ചാണ്. അപ്പം സെപ്റ്റംബർ 10 എന്താണ്, വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ. വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ എന്താണ്, സെപ്റ്റംബർ 10 ആണ്. ഇവിടുത്തെ തീം എന്താണ്, ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻ. ക്രിയേറ്റിംഗ് ഹോപ്പ് ത്രൂ ആക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, സൂയിസൈഡ് പ്രിവെൻഷന്റെ ഭാഗമായിട്ട് എല്ലാവരുടെ കയ്യിൽ എന്തോ വേണമെന്ന് പറഞ്ഞു, ഫസ്റ്റ് എയ്ഡ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്ത ദിവസം എന്താണ്, സെപ്റ്റംബർ 11. സെപ്റ്റംബർ 11 എന്താണ്, വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് റോഡ് സേഫ്റ്റി തീമാണ്. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞ് ഹിന്ദിയുടെ ഒരു ഹിന്ദിക്കാരനും കൂടെ വന്നു അല്ലേ. അപ്പൊ ഹിന്ദിയുടേക്ക് എന്താണ്, ഹിന്ദിയുടേക്ക് തീം പ്രത്യേകിച്ചൊന്നുമില്ല. നെക്സ്റ്റ് വൺ, പിറ്റേ ദിവസം സെപ്റ്റംബർ 15 ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി. ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി എന്നാണ്, സെപ്റ്റംബർ 15 ആണ്. എന്താണ് തീം, സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ഫ്യൂച്ചർ ക്രൈസിസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് സെപ്റ്റംബർ 14. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, നമുക്ക് എല്ലാത്തിനെയും പ്രിസർവ് ചെയ്യണം, കൂടെ എന്തതിനെ, ഓസോൺ ലെയറിനെയും കൂടെ പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, സെപ്റ്റംബർ 16 എന്താണ്, ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ദ ഓസോൺ ലെയർ. തീം എന്താണ്, മോൺട്രിയൽ പ്രോട്ടോകോൾ കീപ്പിംഗ് അസ് അവർ ഫുഡ് ആൻഡ് വാക്സിൻ സ്കൂൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, സെപ്റ്റംബർ 18 വേൾഡ് ബാംബു ഡേ. വേൾഡ് ബാംബു, ഓസോൺ ലെയർ ആയതുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാംബു മോളെ അങ്ങോട്ടങ്ങ് നടാന്ന് വെച്ചു അല്ലേ. എന്താണ് തീം, പ്ലാൻ ബാംബു, ഇറ്റ് ഈസ് ടൈം ടു പ്ലാൻ ബാംബു. ഓക്കെ, നെക്സ്റ്റ് വൺ അന്ന് തന്നെ സെപ്റ്റംബർ 18 എന്താണ്, ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേ ആണ്. ഇന്റർനാഷണൽ കോസ്റ്റൽ, ബാംബു ഒക്കെ നടാൻ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ചെളിയായി കാണത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, കോസ്റ്റൽ സൈഡോട് അങ്ങ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് പറയുക കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ കാണാൻ പഠിച്ചു വെക്കാമെങ്കിൽ അങ്ങനെയും ചെയ്തു, വളരെ നല്ലതാണ്. കീപ് ട്രാഷ് ഇൻ ദ ബിൻ നോട്ട് ഇൻ ദ ഓഷൻ. കീപ് ട്രാഷ് ഇൻ ദ ബിൻ ആൻഡ് നോട്ട് ഇൻ ദ ഓഷൻ. ഇതാണ്
തീം. ഓക്കെ, നെക്സ്റ്റ് വൺ 20 to 26 അതെന്താണ്? ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് വീക്ക്. ആ വീക്ക് എന്താണ്? ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ്. സെപ്റ്റംബർ 20 to 26 ഇന്റർനാഷണൽ വീക്ക് ഓഫ് ഡെഫ് ആണ്. എന്താണ് തീം? സെലിബ്രേറ്റിംഗ് ത്രൈവിംഗ് ഡെഫ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 21 ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ്. ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് എന്നാണ് സെപ്റ്റംബർ 21 ആണ്. എന്താണ് തീം? റിക്കവറിംഗ് ബെറ്റർ ഫോർ ആൻ ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. റിക്കവറിംഗ് ബെറ്റർ ഫോർ ആൻ ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. ഓക്കെ, സെപ്റ്റംബർ 21 ആ പീസിന്റെ അന്ന് എന്താണ്? അൾഷിമേഴ്സ് ആണ്. മറവി ഉണ്ടെങ്കിൽ എന്താണ്? സമാധാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ സെപ്റ്റംബർ 21 അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അൾഷിമേഴ്സ് ഡേയും സമാധാന ദിവസവും ഒരു ദിവസമാണ് സെപ്റ്റംബർ 21. അപ്പൊ എന്താണ്? നോ ഡിമെൻഷ്യ, നോ അൾഷിമേഴ്സ്. ഇതാണ് തീം. ഓക്കെ, നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 20 വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ. വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ്? ജൂൺ 5 ആണ്. ഇതെന്താണ്? വേൾഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഡേ ആണ്. സെപ്റ്റംബർ 26 എന്താണ് തീം? പ്രയോറൈറ്റൈസിങ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഫോർ ഹെൽത്തിയർ കമ്മ്യൂണിറ്റീസ് ഇൻ ദ ഗ്ലോബൽ റിക്കവറി. നെക്സ്റ്റ് വൺ എന്താണ്? എൻവയോൺമെന്റ് ഹെൽത്ത് ആയിരിക്കണമെങ്കിൽ എല്ലാ നദികളും ഹെൽത്ത് ആയിരിക്കണം. അപ്പൊ എന്താണ് പിറ്റേത്? അത് സെപ്റ്റംബർ 26. അപ്പൊ തന്നെ എന്താണ്? അപ്പൊ എൻവയോൺമെന്റ് ഹെൽത്ത് ആവണമെങ്കിൽ നമ്മുടെ റിവേഴ്സും നല്ലതായിരിക്കണം. അത് രണ്ടും ഒരു ദിവസം അങ്ങ് വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ വേൾഡ് റിവർ ഡേ എന്നാണ് സെപ്റ്റംബർ 26 ആണ്. തീം എന്നാണ്? വാട്ടർ വേഴ്സ് ഇൻ അവർ കമ്മ്യൂണിറ്റീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 27 വേൾഡ് ടൂറിസം ഡേ. വേൾഡ് ടൂറിസം ഡേ എന്നാണ് സെപ്റ്റംബർ 27 ആണ്. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 30 വേൾഡ് മാരിടൈം ഡേ, സമുദ്ര ദിനം. വേൾഡ് മാരിടൈം ഡേ എന്നാണ്? സെപ്റ്റംബർ 30 ആണ്. എന്താണ് ഇവിടുത്തെ തീം? സീഫെയറേഴ്സ് അറ്റ് ദ കോർ ഓഫ് ഷിപ്പിംഗ് ഫ്യൂച്ചർ. ഇത്രയാണ്. അപ്പോൾ ഡേയ്സും തീംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പഠിച്ചു വെക്കാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡ് വെച്ച് പഠിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം. അപ്പം ഒരിക്കലും മറന്നു പോകത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ സോറി ഇനി നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഫുൾ വൺ ലൈനറായിട്ട് സെപ്റ്റംബർ 1 ഫുൾ കാര്യങ്ങൾ ഞാനൊരു വൺ ലൈനറായിട്ട് പറയുവാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ മുന്നേ പറഞ്ഞതായിരിക്കും, കുറച്ച് പറഞ്ഞിട്ടില്ലാത്തതായിരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചങ്ങ് പറഞ്ഞേക്കാം. ഓക്കെ, ഒരു എന്താണ് ലാസ്റ്റ് മൈൻഡിലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മന്ത്ലി വൺ ലൈനറല്ലേ, ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിക്കാനുള്ള. ഓക്കെ, എക്സ് സൂര്യകിരൺ. സൂര്യകിരൺ നമുക്കറിയാം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് നേപ്പാൾ തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ് എക്സ് സൂര്യകിരൺ. ഓക്കെ, എക്സ് സൂര്യകിരൺ എവിടെയാണ് നടന്നത്? ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഉത്തരാഖണ്ഡിലെ പിത്തോഗർക്ക് നടന്നു. ഓക്കെ, എക്സ് സൂര്യകിരൺ ഇൻഡോ നേപ്പാൾ ജോയിന്റ് ട്രെയിനിങ് എക്സസൈസ് ആണ് ഉത്തരാഖണ്ഡിലെ പിത്തോഗർക്ക് നടന്നു. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഇലക്ട്രോലൈസർ ഫാക്ടറി. നമുക്കറിയാം ഇന്ത്യാസ് ഫസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. TCSകാരുടെ ഫേവറേറ്റ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് എന്ന് പറയുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം അത് വൃത്തിക്ക് പഠിക്കണം. അപ്പം ഇതിനകത്തൊന്ന് ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുക, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അടുത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഇലക്ട്രോലൈസർ ഫാക്ടറി സെറ്റപ്പ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ചെയർമാൻ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റിയുടെ ചെയർമാനായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഓക്കെ, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഞാൻ പറഞ്ഞായിരുന്നു, നിയോസിന് എന്തോ കിട്ടി? യുനെസ്കോയുടെ ലിറ്ററസി പ്രൈസ് 2021 കിട്ടിയിരുന്നു. നെക്സ്റ്റ് വൺ ഭാനുമതി ഗീവാള ഹോണേർഡ് ദ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പ്രൈസ് 2021 ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് കിട്ടിയ ആർക്കാണ്? ഭാനുമതി ഗീവാളയ്ക്കാണ്. ഓക്കെ, INC ആണ് ഇത് കൊടുക്കുന്നത്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ്. ഓക്കെ, ഇത് മുന്നേ പറഞ്ഞായിരുന്നു. അത് ഒന്നുകൂടെ ഈ വൺ ലൈനർ ആയതുകൊണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അങ്ങ് പറയും, ഒന്നുകൂടെ മൈൻഡിൽ ഇടുന്നോട്ടെ. നെക്സ്റ്റ് വൺ PM ഓഫ് ലെബനോൺ. PM ഓഫ് ലെബനോൺ ആണ് നജീബ് മിക്കാത്തി ആണ് PM ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ലെബനോൺ. അടുത്ത പ്രൈം മിനിസ്റ്റർ ഓഫ് മൊറോക്കോ അസീസ് അക്കാനോക്ക് ആണ് പ്രൈം മിനിസ്റ്റർ ഓഫ് മൊറോക്കോ. ഓക്കെ, ജസ്റ്റിസ് ട്രൂഡോ ഈസ് റീഇലക്റ്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. മുമ്പേ പറഞ്ഞിരുന്നു, കാനഡയെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് എഗെയിൻ റീഇലക്ട് ചെയ്ത ആരെയാണ്? ജസ്റ്റിസ് ട്രൂഡോ. ഓക്കെ,
പങ്കജ് അദ്വാനി വൺ ദ ഏഷ്യൻ സ്നൂക്കർ ടൈറ്റിൽ ഇൻ ദോഹ. ദോഹയെ വെച്ച് നടന്ന ഏഷ്യൻ സ്നൂക്കർ ടൈറ്റിൽ ആർക്കാ കിട്ടിയത്? പങ്കജ് അദ്വാനിക്കാണ്. ഓക്കെ, ഇനി പങ്കജ് അദ്വാനി റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ് എന്ന് ചോദിക്കുക. എന്താണ്? സ്നൂക്കർ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. ആരുടെ ബുക്കാണ്? പറഞ്ഞിരുന്നു, BJP MP സുബ്രഹ്മണ്യ സ്വാമിയുടെ ബുക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടെററിസം ഇൻ ഇന്ത്യ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് വുമൺ ആർമി ഓഫീസർ ഓഫ് RCC ഇൻ ഉത്തരാഖണ്ഡ്. ഫസ്റ്റ് വുമൺ ആർമി ഓഫീസർ ഓഫ് RCC ഇൻ ഉത്തരാഖണ്ഡ് ആരാണ്? മേജർ ഐന. മേജർ ഐനയാണ്. ഈ ഫസ്റ്റ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഷുവറായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായസ് ബർത്ത്ഡേ വാസ് സെലിബ്രേറ്റഡ് ആസ് അന്ത്യോദയ ദിവസ്. അന്ത്യോദയ ദിവസ്. അന്ത്യോദയ ദിവസം എന്നാണ്? സെപ്റ്റംബർ 25 ആണ്. ഓക്കെ, സെപ്റ്റംബർ 25 ആണ് അന്ത്യോദയ ദിവസ്. ഓക്കെ, അന്ത്യോദയ ദിവസ് എന്തിന്റെ, ആരുടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായസ് ബർത്ത്ഡേസ് വാസ് സെലിബ്രേറ്റഡ് ആസ് അന്ത്യോദയ ദിവസ്. സെപ്റ്റംബർ 25 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദോർജി അങ്ചുക് ഹോണററി മെമ്പർ ഓഫ് ദ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ ഹോണററി മെമ്പർ ആയിട്ട് ആരെ ഇലക്ട് ചെയ്തു? ദോർജി അങ്ചുക്. ഓക്കെ, ജസ്റ്റ് വൺ, JB മൊഹബത്ര. JB മൊഹബത്ര വാസ് അപ്പോയിന്റഡ് ആസ് ദ CBDT ചെയർമാൻ. CBDT ചെയർമാൻ എന്ന് പറഞ്ഞാൽ CBDTയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. CBDTയുടെ ഫുൾ ഫോം ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ പുതിയ ചെയർമാൻ ആരാണ്? JB മൊഹബത്ര. ഓക്കെ, JB മൊഹബത്രയാണ്. നമുക്കറിയാം സെൻട്രൽ CBDT, അതിനകത്തേക്ക് പോകാൻ നമുക്ക് ഒരുപാട് മോഹം ഉണ്ടെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ മോഹമുള്ള മൊഹബത്ര ഇവിടുത്തെ ചെയർമാനാണ്, CBDTയുടെ ചെയർമാനാണ്. ഇങ്ങനെ ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ, ഫാസ്റ്റർ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ബൈ സുപ്രീം കോർട്ട്. ഈ ഫാസ്റ്ററിന്റെ ഫുൾ ഫോം എന്താണ്? പഠിച്ചു വെച്ചു, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഫാസ്റ്റ് ആൻഡ് secured transmission of electronic records. ഓക്കെ, ഫാസ്റ്ററിന്റെ ഫുൾ ഫോം എന്താണ്? ഫാസ്റ്റ് ആൻഡ് സെക്യൂർഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ്. ആരാണ് ഇതിന് അപ്രൂവ് കൊടുത്തത്? സുപ്രീം കോർട്ടാണ് അപ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക്കിന് അതിനകത്ത് കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെക്കോർഡ്സ്, വാല്യുബിൾ ആയിട്ടുള്ള കേസസ് ഒക്കെ നമുക്ക് അങ്ങനെ ഒരു മീഡിയം വെച്ച് വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് അതിനകത്തൂടെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫാസ്റ്റർ സിസ്റ്റം ആരാണ് ലോഞ്ച് ചെയ്തത്? സുപ്രീം കോർട്ടാണ്. ഓക്കെ, ഇത് ഇലക്ട്രോണിക് സിസ്റ്റമാണ്. നെക്സ്റ്റ് വൺ, രാമൻ മാഗ്സസെ അവാർഡ്. രാമൻ മാഗ്സസെ അവാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഷ്യാസ് നോബൽ എന്നറിയപ്പെടുന്ന എന്താണ്? ഏഷ്യാസ് നോബൽ എന്നറിയപ്പെടുന്നതാണ് ഈ രാമൻ മാഗ്സസെ അവാർഡ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ രാമൻ മാഗ്സസെ അവാർഡ് ആരാണ്? വിനോബ ഭാവെ. ഓക്കെ, വിനോബ ഭാവെയാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ രാമൻ മാഗ്സസെ അവാർഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ രാമൻ മാഗ്സസെ അവാർഡ് 2021 പ്രഖ്യാപിച്ചു. ആർക്കൊക്കെയാണ്? മുഹമ്മദ് അംജദ് സഖീബ് പാകിസ്ഥാൻകാരൻ, അതുപോലെ തന്നെ ഫിർദൌസി ബംഗ്ലാദേശ്, സ്റ്റീഫൻ മുൻസി സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വാച്ച് ഡോഗ് ഇന്തോനേഷ്യക്കാരൻ, റോബർട്ട് ബലോൺ ഫിലിപ്പൈൻസ്. ഇത്രയും പേർക്കാണ് ഈ വട്ടത്തെ രാമൻ മാഗ്സസെ അവാർഡ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? മുഹമ്മദ് കേൾക്കുമ്പോഴേ പാകിസ്ഥാൻ അങ്ങനെ ഓർത്തു വെക്കണം, കാരണം പേര് ചോദിക്കുക. ഇതിനകത്തുനിന്ന് ഈ വട്ടത്തെ രാമൻ മാഗ്സസെ അവാർഡ് കിട്ടാത്ത ആൾക്കാർ ഏതാണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങളിത് പഠിച്ചു വെക്കണം. അപ്പൊ മുഹമ്മദ് അംജദ് സാഹിബ്, ഫിർദൌസി, സ്റ്റീഫൻ വാച്ച് ഡോഗ് ആൻഡ് റോബർട്ട് ബാലോൺ, ഇത്രയും പേർക്കാണ് രാമൻ മാഗ്സസെ അവാർഡ് 2021 കിട്ടിയത്. ഓക്കെ ആണല്ലോ. ഇത് എന്നാണ് ആദ്യമായിട്ട് കൊടുക്കാൻ തുടങ്ങുന്നത്? 1958 തൊട്ടാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, CM ഓഫ് പഞ്ചാബ് മുന്നേ പറഞ്ഞിരുന്നു. CM ഓഫ് പഞ്ചാബ് ആരാണ്? ചരൺജിത് സിംഗ് ചന്നയാണ്. CM ഓഫ് ഗുജറാത്ത് ആരാണ്? ഭൂപേന്ദ്ര പട്ടേൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗഫൂൺ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എവിടുന്ന് ലോഞ്ച് ചെയ്തു? ലോഞ്ച്ഡ് ബൈ ചൈന. ഓക്കെ, നെക്സ്റ്റ് വൺ, നാഗാ കുക്കുംബർ എവിടത്തെയാണ്? നാഗാലാൻഡിന്റെ ആണ്. ഓക്കെ, ഈ നാഗാ കുക്കുംബറിന് GI ടാഗ് കിട്ടി. ഓക്കെ, അത് GI ടാഗിന്റെ കാര്യം നമുക്ക് ചോദിക്കുന്നുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ നാഗാ കുക്കുംബർ ഓഫ് നാഗാലാൻഡ് വാസ് ഗിവൺ ദ GI ടാഗ്. നെക്സ്റ്റ് വൺ, ഫേസ്ബുക്ക് ഇന്ത്യ അപ്പോയിന്റഡ് രാജീവ് അഗർവാൾ.
ആസ് ദ ഹെഡ് ഓഫ് ദ പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിയുടെ ഹെഡായിട്ട് ഫേസ്ബുക്കിന്റെ ആരെ അപ്പോയിന്റ് ചെയ്തു? രാജീവ് അഗർവാളിനെ. ഓക്കെ. നെക്സ്റ്റ് വൺ ഡി ഗുഗേഷ് വൺ ദ നോർവേ ചെസ് ഓപ്പൺ. നോർവേ ചെസ് ഓപ്പൺ ആരാണ് വിജയിച്ചത്? ഡി ഗുഗേഷ്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ ഗവർണർ ഓഫ് നാഗാലാൻഡ് ആരാണ്? ജഗദീഷ് മുഖിയാണ്. ഗവർണർ ഓഫ് നാഗാലാൻഡ് ജഗദീഷ് മുഖിയാണ്. നെക്സ്റ്റ് വൺ ക്യൂബ became the first country in the world to introduce the corona vaccine to 2-year-old children. Okay. ക്യൂബയാണ് ആദ്യത്തെ കൺട്രി. അത് പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ടു ഇൻട്രൊഡ്യൂസ് ദ കൊറോണ വാക്സിൻ ടു 2-year-old ചിൽഡ്രൻ. 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വരെ കൊറോണ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ കൺട്രി ഏതാണ്? ക്യൂബയാണ്. നെക്സ്റ്റ് വൺ MD ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എക്സിം ബാങ്ക് ആരാണ്? ഹർഷ ഭൂപേന്ദ്ര ബംഗാലി. ഓക്കെ. നെക്സ്റ്റ് വൺ വേൾഡ് ടൂറിസം ഡേ സെപ്റ്റംബർ 27 ആയിരുന്നു. എന്തുവായിരുന്നു തീം? ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. നെക്സ്റ്റ് വൺ സ്റ്റാച്യു ഓഫ് ബിറ്റ്കോയിൻ അൺവേൾഡ് ഇൻ ബുദാപെസ്റ്റ് ഹംഗറി. സ്റ്റാച്യു ഓഫ് ബിറ്റ്കോയിൻ എവിടെ അൺവെയിൽ ചെയ്തു? ബുദാപെസ്റ്റ് ഹംഗറിയിൽ. ഓക്കെ. നെക്സ്റ്റ് വൺ നാഷണൽ എഡ്യൂക്കേഷൻ അവാർഡ് എത്ര ടീച്ചേഴ്സിന് കിട്ടി? 44 ടീച്ചേഴ്സിനാണ് കിട്ടിയത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രിക്സ് സബ്മിറ്റ്. ബ്രിക്സ് സബ്മിറ്റ് 2021 എവിടെ വെച്ചാണ് നടന്നത്? ഹെഡഡ് ബൈ ഇന്ത്യയെ വെച്ചാണ്. ഓക്കെ. 13th ബ്രിക്സ് സബ്മിറ്റ് ഹെഡഡ് ബൈ ഇന്ത്യ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഗവർണർ ഓഫ് പഞ്ചാബ് ആരാണ്? ബൻവരിലാൽ പുരോഹിതാണ്. CM ആരായിരുന്നു? ചരൺജിത് സിംഗ് ചന്നി. ഓക്കെ. നെക്സ്റ്റ് വൺ ദ മോട്ടോ ഫോർ ഒളിമ്പിക് ആൻഡ് പാരാഒളിമ്പിക് വിന്റർ ഗെയിംസ് ബീജിംഗ് 2022. ദ മോട്ടോ ഫോർ ഒളിമ്പിക് ആൻഡ് പാരാഒളിമ്പിക് വിന്റർ ഗെയിംസ് ബീജിംഗ് 2022 എന്താണ്? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. എന്താണ് മോട്ടോ? ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ടോപ്സ് ദ ടൈം വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് 2020. ടൈംസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിനകത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് ആണ് ടോപ്പിലെത്തിയത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഷൈനിങ് സിഖ് യൂത്ത് ഓഫ് ഇന്ത്യ ആരുടെ ബുക്കാണ്? ബുക്ക് റിട്ടൺ ബൈ ഡോക്ടർ പ്രഹബ്ലീൻ സിംഗ്. ഓക്കെ. നെക്സ്റ്റ് വൺ ക്യുവാകുർതക് വാസ് ദ നോർത്ത് മോസ്റ്റ് പീസ് ഓഫ് ലാൻഡ് ഓൺ ദ എർത്ത്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ ഇന്റർനാഷണൽ പ്രസ്റ്റീജിയസ് അവാർഡ് 2021 ആർക്കാണ് കിട്ടിയത്? ഡോക്ടർ ഭാസ്കർ ശർമ്മയ്ക്കാണ്. ഓക്കെ. ഡോക്ടർ ഭാസ്കർ ശർമ്മയ്ക്കാണ് ഇന്റർനാഷണൽ പ്രസ്റ്റീജിയസ് അവാർഡ് 2021 കിട്ടിയത്. നെക്സ്റ്റ് വൺ ദ ഗവർണർ ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിന്റെ ഗവർണർ ആരാണ്? ജനറൽ ഗുർമീത് സിംഗ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ ടൂറിസ്റ്റ് ക്രൂ ലോഞ്ച്ഡ് ബൈ സ്പേസ് എക്സ്. ഓക്കെ. ദ ഫസ്റ്റ് ഓൾ ടൂറിസ്റ്റ് ക്രൂ ആരാണ് ലോഞ്ച് ചെയ്തത്? സ്പേസ് എക്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? നോർത്ത് കൊറിയ ഹാസ് ബീൻ സസ്പെൻഡഡ് ഫ്രം 2022 ബീജിംഗ് വിന്റർ ഒളിമ്പിക്സ് ബൈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആരെ സസ്പെൻഡ് ചെയ്തു? നോർത്ത് കൊറിയയെ സസ്പെൻഡ് ചെയ്തു 2022 ബീജിംഗ് വിന്റർ ഒളിമ്പിക്സിനകത്തുനിന്ന്. ഓക്കെ. നെക്സ്റ്റ് വൺ ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ നീരജ് ചോപ്രയാണ്. ഓക്കെ. നീരജ് ചോപ്രയാണ്. നെക്സ്റ്റ് വൺ കൈലാസ് സത്യാർത്ഥി ഈസ് അപ്പോയിന്റഡ് as the 17th SDG അഡ്വക്കേറ്റ് ബൈ ദ UN സെക്രട്ടറി ജനറൽ ഈസ് 2021. കൈലാസ് സത്യാർത്ഥി എന്തിന്റെയാണ്? 17th SDG അഡ്വക്കേറ്റ് ആയിട്ട് UN സെക്രട്ടറി ജനറൽ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൺ ഗോർഡൻ ബ്രൗൺ. ഗോർഡൻ ബ്രൗൺ ഈസ് ദ അംബാസിഡർ ഓഫ് ദ WHO ഫോർ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ മുന്നേ പറഞ്ഞത് ഫുംസിലെ ലാമോ നുക്ക വൺ ദ 2021 ഗ്ലോബൽ ഗോൾ കീപ്പർ അവാർഡ്. നെക്സ്റ്റ് വൺ ഇറാൻ became the 9th member of the ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 9th മെമ്പറായിട്ട് ആര് വന്നു? ഇറാൻ വന്നു. ഓക്കെ. അതുപോലെ തന്നെ ന്യൂ ഡെവലപ്മെന്റിന്റെ ബാങ്കിന്റെ മെമ്പേഴ്സായിട്ട് ആരൊക്കെ വന്നു? UAE, ബംഗ്ലാദേശ് ആൻഡ് ഉറുഗ്വേ. UAE, ബംഗ്ലാദേശ് ആൻഡ് ഉറുഗ്വേ ആസ് എ മെമ്പർ ഓഫ് ദ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ജുംബ ലാഹറി. ജുംബ ലാഹറിയുടെ ബുക്ക് നമ്മൾ പറഞ്ഞിരുന്നു, കുറെ ബുക്ക് പറഞ്ഞു. അതിനകത്ത് റീസെന്റ് ആയിട്ട് അദ്ദേഹം എഴുതിയ എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് ഈസ് ബുക്ക് റിട്ടൺ ബൈ ജുംബ ലാഹറിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് ദ അസംബ്ലി ഇൻ ഗുജറാത്ത് ആരാണ്? നിപാബൻ ആചാര്യ. ഓക്കെ. നിപാബൻ ആചാര്യ. N ആചാര്യ എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി. N ആചാര്യ വാസ് ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് അസംബ്ലി ഇൻ ഗുജറാത്ത് ആണ്. അതുപോലെ തന്നെ ഗവർണർ ഓഫ് തമിഴ്നാട് ആരാണ്?
RN രവിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്പേസ് എക്സിന്റെ കാര്യം മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ഇത്. അടുത്ത വന്ന് H.E. സാദിഖ്. H.E. സാദിഖ് ഈസ് ദ ചെയർമാൻ ഓഫ് ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കോൺഫറൻസ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി കോൺഫറൻസിന്റെ ചെയർമാനായിട്ട് H.E. സാദിഖിനെ അപ്പോയിന്റ് ചെയ്തു. നെക്സ്റ്റ് വൺ സിറാക്കും ചില്ലീസ് ആൻഡ് തമെങ്ലോങ് ഓറഞ്ചസ്. ഇത് രണ്ടും എവിടുത്തെയാണ്? മണിപ്പൂരിലെയാണ് കേട്ടോ. ഇതിന് രണ്ടിനും എന്ത് ചെയ്തു? GI ടാഗ് കിട്ടി. ഓക്കെ, സിറാക്കും ചില്ലീസ് ആൻഡ് തമെങ്ലോങ് ഓറഞ്ചസ് ഇത് രണ്ടും എവിടുത്തെയാണെന്ന് ചോദിക്കാം. മണിപ്പൂരിലെയാണ്. റീസെന്റ് ആയിട്ട് GI ടാഗ് കിട്ടി. ഇത് രണ്ടും എവിടുത്തെയാണ്? മണിപ്പൂരിലെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ്, ബുക്ക് റിട്ടൺ ബൈ ജുംഹ ലാഹിറി പറഞ്ഞു. അതുപോലെ തന്നെ നെക്സ്റ്റ് എ റൂഡ് ലൈഫ് ദ മെമ്മോറിയൽ ഓഫ് ബുക്ക് ഈസ് റിട്ടൺ ബൈ വീർ സാങ്വി. ഇതും പറഞ്ഞിരുന്നു മുന്നേ. നെക്സ്റ്റ് വൺ അക്കോർഡിംഗ് ദ റിപ്പോർട്ട് ഓഫ് ഏഷ്യ മണി ദ ബെസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ്? HDFC. ഏഷ്യ മണിയുടെ റിപ്പോർട്ട് പ്രകാരം ബെസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ്? HDFC ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ HSBC ഏഷ്യ അപ്പോയിന്റ് രജനീഷ് കുമാർ ആസ് ദ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട് HSBCയുടെ ആരെ തിരഞ്ഞെടുത്തു? രജനീഷ് കുമാറിനെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇക്വിറ്റാസ് ESFB. നമ്മൾ പറഞ്ഞിരുന്നു ESFBയുടെ ആരെയാണ് ബ്രാൻഡ് അംബാസഡർ തിരഞ്ഞെടുത്തത്? റാണി റംപാൽ. ഹോക്കി പ്ലെയർ ആയ റാണി റംപാലിനെ സ്മൃതി മന്ദാനയും ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ദ നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഓർ PM ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ആര് ലോഞ്ച് ചെയ്തു? നരേന്ദ്രമോദി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ലോഞ്ച് ചെയ്തു. ഏതൊക്കെ? നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ അല്ലെങ്കിൽ PM ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ലോഞ്ച്ഡ് ബൈ നരേന്ദ്രമോദി. നെക്സ്റ്റ് വൺ ഗീത ഗോവിന്ദ ജയദേവാസ് ഡിവൈൻ ഓഡിസി ബുക്ക് ഈസ് റിട്ടൺ ബൈ ഡോക്ടർ ഉത്പാൽ കെ ബാനർജി. നെക്സ്റ്റ് വൺ വിജയ് കൾച്ചറൽ ഫെസ്റ്റിവൽ വാസ് സെലിബ്രേറ്റഡ് ബൈ ദ ഇന്ത്യൻ ആർമി ഇൻ കൊൽക്കത്ത. വിജയ് കൾച്ചറൽ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? ഇന്ത്യൻ ആർമി ഇൻ കൊൽക്കത്തയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ വൺ ദ 5-star Eat Right Station certification by FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് അസോസിയേഷന്റെ അവരുടെ എന്ത് കിട്ടി? അവരുടെ 5-star Eat Right സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. ഏത് റെയിൽവേ സ്റ്റേഷന്? ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഗുൽലാബ് സൈക്ലോൺ എമർജ്ഡ് ഫ്രം ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ബേ ഓഫ് ബംഗാളിൽ നിന്ന് എമർജ് ചെയ്ത സൈക്ലോണിന്റെ പേരെന്താണ്? ഗുൽലാബ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ പ്രസിഡന്റ് ഓഫ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് റീഇലക്ട് ചെയ്ത ആരാണ്? അവീക് സർക്കാരിനെയാണ് ദ പ്രസിഡന്റ് ഓഫ് ദ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് റീഇലക്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ടാറ്റ സ്റ്റീൽ മെയ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് പ്ലാൻ ടു ക്യാപ്ചർ കാർബൺ ഡയോക്സൈഡ്. ഇന്ത്യസ് ഫസ്റ്റ് പ്ലാൻ ടു ക്യാപ്ചർ കാർബൺ ഡയോക്സൈഡ് ഏതാണ്? ടാറ്റ സ്റ്റീലാണ് കേട്ടോ. ടാറ്റ സ്റ്റീലാണ്. നെക്സ്റ്റ് വൺ മിഥിലി രാജ് ഈസ് ഇൻ ദ റാങ്ക് 1 ഇൻ വുമൻസ് ODI പ്ലെയർ ബൈ ICC. വുമൻസ് ODI പ്ലെയർ ബൈ ICCക്കകത്തെ ഫസ്റ്റ് റാങ്ക് ആർക്കാണ് കിട്ടിയത്? മിഥിലി രാജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രാകൃതി എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പ് ആരാണ് ലോഞ്ച് ചെയ്തത്? LIC ആണ് പ്രാകൃതി മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ഒറങ് നാഷണൽ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ഡിസൈഡ് ടു റിമൂവ് ദ നെയിം ഓഫ് രാജീവ് ഗാന്ധിസ് നെയിം. ഓക്കെ, നെക്സ്റ്റ് വൺ കോവളം ഇൻ തമിഴ്നാടു ആൻഡ് ഏതൻ ഇൻ പുതുച്ചേരി ഗോട്ട് ദ ഇന്റർനാഷണൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ ഞാൻ മുന്നേ പറഞ്ഞത് ഡേയ്സ് തീംസിനകത്ത് 2 വിട്ടുപോയായിരുന്നു. 2 ഡേയ്സ് 28 സെപ്റ്റംബർ 28 എന്താണ്? വേൾഡ് റാബീസ് ഡേ ആണ്. ഓക്കെ, വേൾഡ് റാബീസ് ഡേ ആണ് സെപ്റ്റംബർ 28. തീം എന്താണ്? തീം റാബീസ് ഫാക്ട്സ് നോട്ട് ഫിയർ ആണ്. ഓക്കെ, അതുപോലെ സെപ്റ്റംബർ 29 എന്താണ്? വേൾഡ് ഹേർട്ട് ഡേ ആണ്, ഹൃദയ ദിനമാണ്. എന്താണ് തീം? യൂസ് ഹേർട്ട് ടു കണക്ട്. നെക്സ്റ്റ് വൺ ശിവാനി മീന ദ ഫസ്റ്റ് വുമൺ എക്സ്കവേറ്റർ എഞ്ചിനീയർ ഓഫ് ഇന്ത്യ. ഓക്കെ, ശിവാനി മീന എന്താണ്? ദ ഫസ്റ്റ് വുമൺ എക്സ്കവേറ്റർ എഞ്ചിനീയർ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ സപ്പർട്ട് 2021. സപ്പർട്ട് 2021 എന്നാണ് മൾട്ടിനാഷണൽ എക്സസൈസ് ഓർഗനൈസ്ഡ് ബൈ റഷ്യ ഓർഗനൈസ് ചെയ്ത മൾട്ടിനാഷണൽ എക്സസൈസിന്റെ പേരാണ് സപ്പർട്ട് 2021. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ദ വയർ വൺ ദ ഫ്രീ മീഡിയ പയനിയർ അവാർഡ് ഫോർ ദ ഇയർ 2021 ബൈ ദ ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആർക്കാ കിട്ടിയ? ദ വയർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ വേൾഡ് ബാങ്ക് ഡിസൈഡഡ് നോട്ട് ടു റിലീസ് ദ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് ഫ്രം സെപ്റ്റംബർ 2020. നമുക്കറിയാം വേൾഡ് ബാങ്ക് ആയിരുന്നു എല്ലാ വർഷവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഇനിയും തൊട്ട് അത് പുറത്തുവിടുന്നില്ലെന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഫസ്റ്റ് ഇലക്ട്രിക് പാർക്ക് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഉത്തർപ്രദേശ്. ഫസ്റ്റ് ഇലക്ട്രിക് പാർക്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഉത്തർപ്രദേശ്. റഷ്യൻ ഗ്രാൻഡ് പ്രിക്സ് 2021 ആരാണ്? വൺ ബൈ ലൂയിസ് ഹാമിൽട്ടൺ. ലൂയിസ് ഹാമിൽട്ടൺ ആണ് റഷ്യൻ ഗ്രാൻഡ് പ്രിക്സ് 2021 വിൻ ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ വേൾഡ് ഫസ്റ്റ് പ്ലാൻ ബേസ്ഡ് സ്മാർട്ട് എയർ പ്യൂരിഫയർ ഡെവലപ്ഡ് ബൈ IIT റോപ്പർട്ട്. IIT റോപ്പർട്ടിലാണ് വേൾഡിലെ തന്നെ ഫസ്റ്റ് പ്ലാൻ ബേസ്ഡ് സ്മാർട്ട് എയർ പ്യൂരിഫയർ ഡെവലപ്പ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ നോ യുവർ റൈറ്റ്സ് ആൻഡ് ക്ലെയിം ദം എ ഗൈഡ് ഫോർ യൂത്ത്. ബുക്ക് ആരുടെയാണ്? ഏഞ്ചലീന ജോലി. ഏഞ്ചലീന ജോലിയുടെ ബുക്കാണ് നോ യുവർ റൈറ്റ്സ് ആൻഡ് ക്ലെയിം ദം എ ഗൈഡ് ഫോർ യൂത്ത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഫുഗിയോ വോൾക്കാനോ. ഫുഗിയോ വോൾക്കാനോ എവിടെ നിന്നാണ് ഇറപ്റ്റ് ചെയ്തത്? ഗ്വാട്ടിമല. ഗ്വാട്ടിമലയിൽ നിന്നാണ് ഫുഗിയോ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തത്. ഓക്കെ. നെക്സ്റ്റ് വൺ സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30 എന്താണ്? വേൾഡ് മാരിടൈം ഡേ ആണ്. കൂടാതെ തന്നെ എന്താണ്? ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേയും കൂടെയാണ്. ഓക്കെ. ഇന്റർനാഷണൽ ട്രാൻസ്ലേഷൻ ഡേ ആണ് സെപ്റ്റംബർ 30. തീം എന്താണ്? യുണൈറ്റഡ് ഇൻ ട്രാൻസ്ലേഷൻ. തീം എന്താണ്? യുണൈറ്റഡ് ഇൻ ട്രാൻസ്ലേഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ പറഞ്ഞു ചീഫ് ഓഫ് എയർഫോഴ്സ്. നെക്സ്റ്റ് ചീഫ് ഓഫ് എയർഫോഴ്സ് ആരാണ്? VR ചൗധരിയാണ്. ഓക്കെ. PayNow. PayNow the fast payment system of Singapore linked with the UPI. PayNow ഏതുമായിട്ട് ലിങ്ക് ചെയ്തു? സിംഗപ്പൂരിന്റെ ഏതുമാണ്? UPI. UPIയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. UPIയുടെ ഫുൾ ഫോം എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എ ബുക്ക് ടൈറ്റിൽ എ ഫ്രാക്ചേർഡ് ഹിമാലയ. എ ഫ്രാക്ചേർഡ് ഹിമാലയ ആരുടെയാണ്? ഞാൻ പറഞ്ഞിരുന്നു ഫോർമർ ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള നിരുപമ റാവുവിന്റെ ബുക്കാണ്. നിരുപമ റാവുവിന്റെ ബുക്കാണ് ദ ഫ്രാക്ചേർഡ് ഹിമാലയ. ഓക്കെ. നെക്സ്റ്റ് വൺ ദ ലൂയിസ് ഹാമിൽട്ടൺ വൺ ദ റഷ്യൻ F1 റേസ് 2021. നെക്സ്റ്റ് വൺ മെക്സിക്കോസ് അലജാൻഡ്രോ പിയാട്രോ. പറഞ്ഞു മുന്നേ. അലജാൻഡ്രോ പിയാട്രോ എന്നാണ് ബേർഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? മെക്സിക്കൻകാരനായ അലജാൻഡ്രോ പിയാട്രോയ്ക്കാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഇന്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി സെപ്റ്റംബർ 15. ഞാൻ പറഞ്ഞു ഹിന്ദി ദിവസം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 14 ഹിന്ദി ദിവസം. സെപ്റ്റംബർ 15 എന്ത് ചെയ്തു? ഡെമോക്രസി വേണം ഹിന്ദിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് തീം? എന്താണ്? സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് റെസിലിയൻസ് ഇൻ ദ ഫേസ് ഓഫ് ഫ്യൂച്ചർ ക്രൈസിസ്. നെക്സ്റ്റ് വൺ XBI റീസെന്റ് ഓപ്പൺ എ ഫ്ലോട്ടിംഗ് ATM ഓൺ ദാൽ ലേക്ക്. ഓക്കെ. ആരാണ് ഫ്ലോട്ടിംഗ് ATM ഓപ്പൺ ചെയ്തത്? SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റീസെന്റ് ഓപ്പൺ ചെയ്തത് ഫ്ലോട്ടിംഗ് ATM. എവിടെ? ദാൽ ലേക്കിൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഹിമാലയൻ ഫിലിം ഫെസ്റ്റിവൽ 2021 എവിടെ സെലിബ്രേറ്റ് ചെയ്തു? ലഡാക്കിൽ. ഹിമാലയ എന്ന് കേൾക്കുമ്പോഴേ ലഡാക്ക് അങ്ങനെ ഓർത്ത് വെച്ചാൽ. നെക്സ്റ്റ് വൺ രാജഭാഷ കൃതി പുരസ്കാർ given to Punjab National Bank and Union Bank of India. Next one, Paytm launched FASTag. Paytm launched FASTag based metro parking system facility in Kashmiri Gate metro station. Paytm എന്ത് ചെയ്തു? FASTag ലോഞ്ച് ചെയ്തു. എവിടെ? കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ സിക്കിം ഹാസ് ഡിക്ലെയർഡ് കാറ്റലി ഫിഷ്. കാറ്റലി ഫിഷ് ആരുടെ സ്റ്റേറ്റ് ഫിഷ് ആക്കി ഡിക്ലെയർ ചെയ്തു? സിക്കിം. സിക്കിം സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ഫിഷ് ഏതാണ്? കാറ്റലി ഫിഷ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇത്രയും കാര്യങ്ങളുണ്ട്, ഒരു അവസാനമില്ല, അതാ പറഞ്ഞു. കാരണം എല്ലാം കൂടെ ഉൾപ്പെടുത്തി വൺലൈനറായിട്ട് പറഞ്ഞേക്കാണ്. നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ ഇച്ചിരി കൂട്ടിയിട്ട് കേട്ടാൽ മതി. അതിനകത്ത് കുറെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊന്നുകൂടെ മനസ്സിലായിക്കോട്ടെ. മുന്നേ പറഞ്ഞ കാര്യം വൺലൈനറായിട്ട് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഈ PDF വളരെ ഇമ്പോർട്ടൻ്റ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഷുവറാണ്, ചോദിച്ചിരിക്കും. ഓക്കെ. അപ്പൊ അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ക്ലാസ്. നമ്മൾ അവിടുന്ന് ഇവിടുന്ന് വാരി വലിച്ചൊന്നുമില്ല,
എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ, ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് നാഷണൽ NCCയുടെ ന്യൂ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? ജനറൽ ഗുർബീർപൽ സിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പങ്കജ് ത്രിപാഠി ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഫിനോ പേയ്മെന്റ് ബാങ്ക്. അതുപോലെ 17th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? രാജ ഋത്വിക് ആണ് 17th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് വൺ, മധ്യപ്രദേശ് ഹാസ് അപ്രൂവ്ഡ് 27% റിസർവേഷൻ ഫോർ OBC. OBCക്ക് എത്ര ശതമാനം? 27% റിസർവേഷൻ ഏത് ഗവൺമെന്റ് ആണ്, ഏത് സ്റ്റേറ്റ് ആണ് പാസ്സാക്കിയത്? മധ്യപ്രദേശ് സ്റ്റേറ്റ് ഹാസ് അപ്രൂവ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, മാഗ്നസ് കാൾസൺ ഈസ് ദ ഗ്ലോബൽ അംബാസഡർ ഓഫ് മാസ്റ്റർ കാർഡിന്റെ ഗ്ലോബൽ അംബാസഡർ ആയിട്ട് ആരെ തെരഞ്ഞെടുത്തു? മാഗ്നസ് കാൾസൺ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, സെപ്റ്റംബർ 21. എന്താണ് സെപ്റ്റംബർ 21? ഞാൻ സെപ്റ്റംബർ 21 സമാധാനം, മറവി ഉണ്ടെങ്കിൽ സമാധാനമാണ്. അപ്പൊ അൾഷിമേഴ്സ് ഡേയും സെപ്റ്റംബർ 21 ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് പീസും സെപ്റ്റംബർ 21 ആണ്. ഓക്കെ, എന്താണ് തീം? റിക്കവറിംഗ് ബെറ്റർ ഫോർ ആൻ ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. ഇതായിരുന്നു തീം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, അക്കറ സെലക്ടഡ് ആസ് ദ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ബൈ യുനെസ്കോ ഫോർ 2023. ഓക്കെ, അക്കറ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ യുനെസ്കോ ഏതിനാണ് തെരഞ്ഞെടുത്തത്? അക്കറയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, SDG പ്രാകൃതി പുരസ്കാർ ഗിവൺ ടു ഷെയ്ഖ് ഹസീന. SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ പ്രാകൃതി പുരസ്കാർ ആർക്കാണ് കിട്ടിയത്? ഷെയ്ഖ് ഹസീനയ്ക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് the GDP growth for the year 2021 is 10%. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഗ്രോത്ത് റിപ്പോർട്ട് അനുസരിച്ച് GDPയുടെ ഗ്രോത്ത് എത്രയാണ്? 10% എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ബാറ്റിൽ ഓഫ് റസംഗ്ല ആരുടെ ബുക്കാണ്? കുൽപ്രീത് യാദവിന്റെയാണ്. ഓക്കെ, കുൽപ്രീത് യാദവിന്റെയാണ് ദ ബാറ്റിൽ ഓഫ് റസംഗ്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമ്മ റഡുക്വാനോ won the women's single title and Daniel Medvedev won the men's single title. Okay, Emma Raducanu women's single title, Daniel Medvedev men's single title. Okay, next one, food emergency declared in Sri Lanka. Sri Lanka food emergency declared. Okay, അടുത്ത പറഞ്ഞു മൈ ലൈഫ് ഈസ് ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ. ആരുടെ ബുക്കാണ്? ഇന്ദിരാനുയുടെ ബുക്കാണ്. ഫോർമർ CEO ഓഫ് പെപ്സിക്കോ ആണ് ഇന്ദിര നൂയി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫയർ ബോൾട്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഓക്കെ, ഫയർ ബോൾട്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ആരെയാണ് തെരഞ്ഞെടുത്തത്? വിരാട് കോഹ്ലിയാണ്. നെക്സ്റ്റ് വൺ, ദ സ്റ്റാർസ് ഇൻ മൈ സ്കൈ ബുക്ക് റിട്ടൺ ബൈ ദിവ്യ ദത്തയുടെ ബുക്കാണ് സ്റ്റാർസ് ഇൻ മൈ സ്കൈ ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ ആരാണ്? ജയന്ത് പാട്ടീൽ ആണ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ സ്പേസ് അസോസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് ഓഫ് മൈ ലൈഫ് ആരുടെ ബുക്കാണ്? റസ്കിൻ ബോണ്ടിന്റെ ബുക്കാണ്. ഓക്കെ, റസ്കിൻ ബോണ്ടിന്റെ ബുക്കാണ് റൈറ്റിംഗ് ഓഫ് മൈ ലൈഫ്. നെക്സ്റ്റ് വൺ എന്താണ്? ദ മസ്കോട്ട് ഓഫ് ദ നമാമി ഗംഗെ പ്രോഗ്രാം. ചാച്ചാ ചൗധരി എന്ന കോമിക്കൽ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹത്തെയാണ് നമ്മുടെ മാസ്കോട്ട് ഭാഗ്യചിഹ്നമാണ് നമാമി ഗംഗ പ്രോഗ്രാമിന്റെ ഭാഗ്യചിഹ്നമായിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വീർ സവർക്കർ ദ മാൻ ഹു കുഡ് ഹാവ് പ്രിവെന്റഡ് പാർട്ടീഷൻ ആരുടെ ബുക്കാണ്? ബുക്ക് റിട്ടൺ ബൈ ഉദയ് മഹോർക്കർ ആൻഡ് ചിറയു പണ്ഡിത് ആണ്. ഇവർ രണ്ടുപേരും കൂടെ എഴുതിയതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് കോയിൻ DCX ബ്രാൻഡ് അംബാസഡർ ആരാണ്? അമിതാഭ് ബച്ചൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, MD ആൻഡ് CEO ഓഫ് നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്റേഴ്സിന്റെ MD ആൻഡ് CEO ആരാണ്? പത്മജ ചുണ്ടുരു ആണ് MD ആൻഡ് CEO ഓഫ് നാഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റേഴ്സ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, NBA ബ്രാൻഡ് അംബാസിഡർ. NBA ബ്രാൻഡ് അംബാസിഡർ ആരാണ്? രൺവീർ സിംഗ് ആണ്. ഓക്കെ, രൺവീർ സിംഗ് ആണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഓഫ് AIMA എന്താണ്? ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. ഓക്കെ, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ് AIMA. അതിന്റെ പ്രസിഡന്റ് ആരാണ്? CK രംഗനാഥൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ അംബാസഡർ ഓഫ് ദ റഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ ആരാണ്? ഇംതിയാസ് അലി ആണ് അംബാസഡർ ഓഫ് ദ റഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ. നെക്സ്റ്റ് വൺ, വൈസ് ചീഫ് ഓഫ് IAF എന്നാണ്? ഇന്ത്യൻ എയർഫോഴ്സിന്റെ വൈസ് ചീഫ് ആരാണ്? എയർ മാർഷൽ സന്ദീപ് സിംഗ്. ഓക്കെ,
എയർ മാർഷൽ സന്ദീപ് സിംഗ്. നമുക്കറിയാം നെക്സ്റ്റ് ചീഫ് ആരായിരുന്നു? ചൗധരിയാണ്. വൈസ് ചീഫ് ആരാണ്? എയർ മാർഷൽ സന്ദീപ് സിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദ ചീഫ് ഓഫ് ഹൈഡ്രോഗ്രാഫർ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരാണ്? വൈസ് അഡ്മിറൽ അധീർ അറോറയാണ്. വൈസ് അഡ്മിറൽ അധീർ അറോറയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെപ്റ്റംബർ മന്തിന്റെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ക്വിസ് അറ്റൻഡ് ചെയ്യണം. ക്വിസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും. എക്സ്ട്രാ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ PDF കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം, വീഡിയോസ് കാണാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ക്വിസസ് എന്നും വൈകിട്ട് 7 മണിക്കത്തെ ക്വിസസ് നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് ഇടുന്നുണ്ട്. നിങ്ങളത് അറ്റൻഡ് ചെയ്യണം, കൂടെ തന്നെ പഠിച്ചു പോകണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.